صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. قال نبيكم صلى الله عليه وسلم: أنا أول ولد آدم خروجا إذا بعثوا وأنا قائدهم إذا وفدوا وخطيبهم إذا أنصتوا وأنا مبشرهم إذا أبلسوا وأنا شفيعهم إذا حشروا ولواء الكرم بيدي وأنا أكرم ولد آدم على ربي ولا فخر يطوف علي ألف خادم كأنهم لؤلؤ مكنون. صدق شفيعنا رسول الله صلى الله عليه وسلم. يا سيدي جد لي فجودك منتظر للمرتجين سيما أهل الفقر ما لي سوى مدحي وحبي من ذخر فهما الذخيرة لي ونعم المدخر بهما رجائي أن عيني قد تقر إذ ما يقابل كل ساع بالأجر. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജുറാത്ത് അതിന്റെ ആദ്യ ഭാഗത്ത് ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനവും ബഹുമാനവും നൽകി അല്ലാഹു ആദരിച്ച, അനുഗ്രഹിച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും അത് കൈമാറുന്നതിന്റെ സൗന്ദര്യവും അതിന്റെ ക്രമീകരണവും അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ സന്നിധിയിൽ സംസാരിക്കുന്നവർ, സംശയം ചോദിക്കുന്നവർ, അഭിസംബോധന നടത്തുന്നവർ എല്ലാം സ്വീകരിക്കേണ്ട വഴികൾ ഇന്നലെ നാം വിശദീകരിച്ചു. ഇനി അവിടുന്ന് ഒറ്റക്കിരിക്കുമ്പോഴും ജനങ്ങളുടെ ആരുടെ കൂട്ടത്തിലല്ലെങ്കിലും അപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദബ് പാലിക്കാനാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അത് പരിചയമില്ലാതെ വരുന്ന ആളുകൾക്ക് അവരിലൂടെ മുസ്ലിം ലോകത്തിന് ലഭിക്കുന്ന വലിയ ഒരു അനുഭവജ്ഞാനമാണ്, അറിവാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരുടെ പെരുമാറ്റം വേണ്ടത്ര ബഹുമാനത്തോടെ ആകാത്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തിരുത്തുകയും ഇനി മേലാൽ ആരും അങ്ങനെ ചെയ്യരുത് എന്ന് ലോക ജനതയെ പഠിപ്പിക്കുകയുമാണ്. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തും അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും വലിയ ആദരവ് അർഹിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്.
ഇന്നത്തെ ഈ സംസാരം കൂടി, ഈ വിഷയം കൂടി പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം നാം തറപ്പിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയെല്ലാം ആദരവും ബഹുമാനവും നിയമവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലോകത്തെ പഠിപ്പിച്ചുവെങ്കിൽ തീർത്തും ആ വ്യക്തിത്വം എല്ലാവരിലും വേറിട്ട് നിൽക്കുന്ന അസാധാരണ വ്യക്തിത്വമാണ്. കാരണം മറ്റുള്ള നബിമാർക്ക് പോലും ഈ രൂപത്തിലുള്ള ആദരവ് അല്ലാഹു ജല്ല ജലാലുഹു നൽകിയിട്ടില്ല. അവരെക്കാളും വലിയ ആദരവ് നൽകാനും അത് കാത്തു സൂക്ഷിക്കാനും അങ്ങനെ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്തുകളെ പറ്റി പോലും അല്ലാഹു മുഅ്മിനുകളെ, വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇന്നതിന്റെ ബാക്കി എന്നോണം ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞ ശേഷം വിശ്വാസികളോട് അല്ലാഹു തആല മൂന്നാമതായി ഈ സൂറത്തുൽ ഹുജറാത്തിലൂടെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന തലക്കെട്ടിൽ തന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൂടി പറയേണ്ടതുണ്ട്. പല വർത്തമാനങ്ങളും ഈ കാലത്ത് കേൾക്കുന്നവരാണ് നാം. ചിലതൊക്കെ നാം സ്വീകരിക്കാറുണ്ട്, പിന്നീട് അബദ്ധമാണെന്ന് കരുതി തിരുത്താറുമുണ്ട്. കേൾക്കുന്ന മാത്രയിൽ അയാൾ പറഞ്ഞതല്ലേ എന്ന് കരുതി സ്വീകരിക്കുന്ന പലതും പിന്നീട് തിരുത്തേണ്ടി വരുമ്പോൾ നാം അത് പലരോടും പറഞ്ഞതും പലപ്പോഴും തെളിവാക്കി പറഞ്ഞതും പലരോടും അങ്ങനെ പറയാൻ വേണ്ടി പഠിപ്പിച്ചതുമെല്ലാം നമുക്ക് പിന്നീട് ഏറ്റവും വലിയ ദുഃഖമായി, ഭാരമായി മാറുകയാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വിഷയം എല്ലാ പുരുഷന്മാരും സ്ത്രീകളും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് സൂറത്തുൽ ഹുജറാത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്, തീർച്ചയായും തങ്ങളെ വിളിക്കുന്നവർ മിൻ വറാഇൽ ഹുജറാത്ത്, മുറികൾക്കപ്പുറത്ത് വെച്ച്, ആ പരിശുദ്ധമായ മുറികൾക്കപ്പുറത്ത് വെച്ച് തങ്ങളെ വിളിക്കുന്നവർ അക്തറുഹും ലാ യഖിലൂൻ, അവരിൽ അധിക പേരും ബുദ്ധിയില്ലാത്തവരാണ്. ശരിയായ ജ്ഞാനവും അറിവും ബുദ്ധിയും ഇല്ലാത്തവരാണ്. വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞൊരു പ്രയോഗം വളരെ കടുപ്പമേറിയതാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. വലൗ അന്നഹും സബറൂ, അവർ ക്ഷമിച്ചിരുന്നെങ്കിൽ, ഹത്താ തഖ്റുജ ഇലൈഹിം, അവരിലേക്ക് തങ്ങൾ പുറപ്പെടുന്നത് വരെ, അവരിലേക്ക് തങ്ങൾ പുറത്തിറങ്ങി വരുന്നത് വരെ ക്ഷമിച്ചിരുന്നുവെങ്കിൽ, ലകാന ഖൈറൻ ലഹും, അതവർക്ക് കൂടുതൽ ഉചിതമാകുമായിരുന്നു. അവരെങ്ങോട്ടും പോകണ്ട, ആരെയും വിളിക്കണ്ട. എപ്പോൾ പുറത്തു വരികയാണെങ്കിലും, എത്ര സമയം വൈകിട്ടാണെങ്കിലും ക്ഷമാപൂർവം അവർ കാത്തിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതവർക്ക് ഉചിതമാകുമായിരുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിച്ച ഈ വിഷയവും ഇതുപോലെ അറിവില്ലാതെ സംഭവിക്കുന്നതും മാപ്പ് ചെയ്യുന്നവനാണ്. റഹീം, അല്ലാഹു കാരുണ്യവാനുമാണ്. ഇത്തരക്കാരായ ആളുകൾക്ക് മടങ്ങാൻ അല്ലാഹു ചാൻസ് കൊടുക്കുന്നവനുമാണ്. ഈ മുറികളെ സംബന്ധിച്ചും ആ വിളിച്ചവരെ സംബന്ധിച്ചും അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നതിനെ പറ്റിയും അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്. ആറാമത്തെ ആയത്ത് ഇത് വിശദീകരിച്ച ശേഷം ആ വിഷയത്തിലേക്ക് കടക്കാം.
ആ മുറികൾക്കപ്പുറത്ത് വെച്ച് തങ്ങളെ വിളിക്കുന്നവർ, അതിന്റെ ഉള്ളിലാണെങ്കിലും പിന്നിലാണെങ്കിലും മുന്നിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും തങ്ങളെ വിളിക്കുന്ന ആളുകൾ, ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്ന് പുറത്തു വരാൻ വേണ്ടി വിളിക്കുന്നവർ, വീട്ടിനുള്ളിലുള്ള ആളുകളെ വിളിക്കുക സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ ഒരു വിളി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറ്റില്ല. അത് അവിടുത്തെയോടുള്ള ബഹുമാനത്തോട് ചേരുകയില്ല. പുറത്തു വന്ന് അങ്ങനെ വിളിക്കുക പാടില്ല. സ്വഹാബത്ത് വീടിനുള്ളിൽ വിശ്രമിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെട്ടെന്നൊന്ന് പുറത്തേക്ക് കിട്ടണം എന്ന് കരുതുകയാണെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ ബഹുമാനത്തോടെ വിളിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തുന്ന ഒരു രീതിയുണ്ട്. അവരുടെ ആ ബഹുമാനം കേൾക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ഇത്രത്തോളം ബഹുമാനം പാലിക്കണമെന്ന് തിരുഹദ്റത്തിൽ അവിടുത്തെ റൂമിന്റെ മുന്നിൽ, വീടിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്നിടത്ത് ചെറിയ രൂപത്തിൽ പോലും ശല്യമായേക്കാവുന്ന ഒരു വിളി തങ്ങളെ വിളിക്കാൻ പറ്റൂല. അങ്ങനെ വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് നോക്ക് നിങ്ങൾ, അക്തറുഹും ലാ യഖിലൂൻ. ഒരു മനുഷ്യനെ പറ്റി ബുദ്ധിയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആരോപണമാണ്. അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വിളിക്കാൻ അവർ ധൈര്യപ്പെടൂലായിരുന്നു. കാരണം ഈ വിളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ സൂഖുൽ അദബാണ്, മര്യാദക്കേടാണ്. അങ്ങനെ വിളിക്കാൻ പാടില്ല. ഹുജറാത്ത് എന്ന സൂറത്ത് നമ്മൾ ഓതുമ്പോ ഈ സൂറത്തിന് ഈ പേര് വെക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ച ലോകത്തെ ഏറ്റവും ശറഫാക്കപ്പെട്ട സ്ഥലമാണ് അതിൽ പരാമർശിക്കുന്നത്. അൽ ഹുജറാത്ത്, മുറികൾ. ഹുജറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം നാലു ഭാഗത്തും കല്ലുകൾ വെച്ച് മുകളിൽ തുണിയാണെങ്കിലും ഓലയാണെങ്കിലും എന്തെങ്കിലും തടസ്സം വെച്ച് താൽക്കാലികമായി ഒരു മറയുണ്ടാക്കുക. അതിനാണ് ഹുജറ എന്ന് പറയുന്നത്. ഒട്ടകത്തൊഴുത്തിനും ഹുജറ എന്ന് പറയാറുണ്ട്. ഒട്ടകത്തിന് കെട്ടുന്ന സ്ഥലം വാതിലൊന്നും ഉണ്ടാകൂല. എന്നാലും അതിന്റെ 2 ഭാഗം അല്ലെങ്കിൽ 3 ഭാഗം കല്ല് വെച്ച് ചെറിയ രൂപത്തിൽ ഒന്ന് പടുത്തുയർത്തി മേൽഭാഗത്ത് എന്തെങ്കിലും ഒരു മറയുണ്ടാക്കിയിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ താമസിക്കുന്ന മുറികൾ, അതിനെയാണ് ഇവിടെ അൽ ഹുജറാത്ത് എന്ന് സൂചിപ്പിക്കുന്നത്. 9 മുറികളുണ്ടായിരുന്നു മദീനയിൽ. പള്ളിയോട് ചേർന്ന് 9 ഹുജറകൾ ഉണ്ടായിരുന്നു. 9 ഭാര്യമാരാണ് തങ്ങൾ വഫാത്താകുമ്പോൾ നിലവിൽ ഉള്ളത്. അവിടുത്തെ ഹയാത്ത് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് 2 പത്നിമാർ വഫാത്തായിട്ടുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, മറ്റൊന്ന് സൈനബ് ബിൻതു ഖുസൈമ റളിയല്ലാഹു അൻഹാ. 2 സൈനബുണ്ട് ഭാര്യമാരിൽ. ഒന്ന് സൈനബ് ബിൻതു ഖുസൈമ റളിയല്ലാഹു അൻഹയും മറ്റൊന്ന് സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹയും. സൈനബ് ബിൻതു ഖുസൈമ റളിയല്ലാഹു അൻഹ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ വിടവാങ്ങിയ മറ്റൊരു ഭാര്യ. അങ്ങനെ ആ 2ഉം ഈ 9 കൂട്ടുമ്പോൾ 11ആയി. 9 പേർക്കുള്ള മുറികൾ ഉണ്ടായിരുന്നു അവിടെ. ബഹുമാനപ്പെട്ട ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ മുറികളുടെ വിശേഷണത്തെ പറ്റി പറഞ്ഞത് കാണാം. നമ്മൾ ശരിക്കും ആലോചിക്കണം. ആ 9 മുറികളും മിൻ ജരീദിൻ നഖ്ലി, ഈത്തപ്പന വട്ടൽ കൊണ്ടുണ്ടാക്കിയതാണ്. അതിന്റെ മേൽക്കൂരയിൽ വെച്ചിരിക്കുന്നത് ഈത്തപ്പന വട്ടലുകളാണ്. അലാ അബ്വാബിഹൽ മസൂഹു മിൻ ശഅരിൻ അസ്വദ്, അതേ കവാടത്തിന്റെ ഭാഗത്ത്, വാതിലിന്റെ ഭാഗത്ത് പരുക്കൻ രോമം കൊണ്ടുണ്ടാക്കിയ തുണി
അതിങ്ങനെ വിരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തും മറയാക്കിയിരിക്കുന്നത് അങ്ങനത്തെ രോമം കൊണ്ടുണ്ടാക്കിയൊരു പരുക്കൻ വസ്ത്രമാണ്. ഇമാം ബൈഹഖി തങ്ങൾ പറഞ്ഞു, ബൈഹഖി ഇമാം റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന റിപ്പോർട്ടിലുണ്ട്, ആ ഹുജറകളൊക്കെ കണ്ടു ശരിക്ക് കറക്റ്റായി പറയുന്ന ദാവൂദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ ഹുജറകൾ 9 കണ്ടിട്ടുണ്ട്. 9 ഈത്തപ്പന മട്ടിൽ കൊണ്ടുണ്ടാക്കിയതാണ്. കളിമണ്ണ് കൊണ്ട് തേച്ച്, കല്ല് വെച്ച് കളിമണ്ണ് കൊണ്ട് തേച്ച് മുകൾ ഭാഗത്ത് ഈത്തപ്പന മട്ടിൽ വെച്ചിട്ടുണ്ട്. മുഗശ്ശം മിൻ ഖാരിജിൻ ബിമസൂഹി ശഅർ, രോമത്തിന്റെ പുതപ്പ് പോലത്തെ കട്ടിയുള്ള വസ്ത്രം കൊണ്ട് മുകൾ ഭാഗത്ത് പൊതിഞ്ഞിട്ടുണ്ട്. അതിന്റെ വീതിയും വിസ്തീർണവും പുറം ഭാഗത്തുള്ള വാതിൽ മുതൽ അകത്തെ ഭാഗത്തേക്കുള്ള വാതിൽ വരെ 6 മുഴമാണ്, അല്ലെങ്കിൽ 7 മുഴമാണ്. വളരെ ചെറിയ റൂമാണ്. നമ്മളെല്ലാവരും ശരിക്കും ആലോചിക്കണം, ഒന്ന് കൃത്യമാക്കി ഒന്ന് അളവെടുത്തു നോക്കൂ. ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന ആ വീടിനെ സംബന്ധിച്ച് നബി തങ്ങളുടെ വീട് എന്ന് സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞില്ല. അതിന്റെ കാരണം ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അൽ ഹുജറാത്തു എന്നാണല്ലോ പറഞ്ഞത്. തങ്ങളുടെ മുറികൾ എന്നാണെങ്കിൽ ഹുജറാത്തിക എന്ന് പറയണം, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭാര്യമാരുടെ റൂമുകൾ എന്നാണെങ്കിൽ ഹുജറാത്തുഹുന്ന എന്ന് പറയണം, അതും പറഞ്ഞിട്ടില്ല. അലിഫ് ലാം കൊടുത്ത് അൽ ഹുജറാത്ത് എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള താല്പര്യം ബഹുമാനപ്പെട്ട ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം നസബി റഹ്മത്തുള്ളാഹി അലൈഹിയും ധാരാളം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇമാം ആലൂസിയും അത് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നു. അതിന്റെ മുമ്പ് ആ വീടിന്റെ അകലത്തെ സംബന്ധിച്ച് 7 മുഴമാണ് ഒരു വാതിൽ മുതൽ അകത്തെ റൂമിന്റെ വാതിലേക്ക്. ഇനിയോ അകത്ത് ഉൾഭാഗത്തുള്ള റൂമ് 10 അദ്റുഇൻ 10 മുഴമാണ്. 2 റൂമുകളാണ് കാര്യമായിട്ടുള്ളത്. ഒന്ന് കടന്നു ചെല്ലുന്ന ഭാഗത്ത് ചെറിയൊരു റൂമുണ്ട്, ഉൾഭാഗത്ത് മറ്റൊരു റൂമുണ്ട്. ആ ഉൾഭാഗത്തുള്ള 10 മുഴമുള്ള റൂമിൽ തന്നെയാണ് അടുക്കളയും, അവിടെ തന്നെയാണ് ഭാര്യയും ഭർത്താവും കൂടി കിടക്കുന്നതും, അവിടെ തന്നെയാണ് സഹോദരിമാര് വന്ന് ഭാര്യമാരെ സന്ദർശിക്കുന്നതും. പുറത്തെ വാതിലിൽ നിന്ന് അങ്ങോട്ടുള്ള 7 മുഴമില്ലേ, അല്ലെങ്കിൽ 6 മുഴം, അവിടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിവേദക സംഘങ്ങളെ സ്വീകരിക്കുന്നത്. വിവിധ ആളുകൾ വരുമ്പോൾ അവർക്ക് മുഖം കൊടുക്കുന്നത്, ചോദ്യകർത്താക്കൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിരിക്കുന്നത്, ളുഹാ നിസ്കരിക്കുന്നത്, തഹജ്ജുദ് നിസ്കരിക്കുന്നത് ആ ചെറിയ റൂമിലാണ്. അതുകൊണ്ടല്ലേ അതിന്റെ മേൽക്കൂരയുടെ ഉയരം എത്രയാണ്? താഴ്ന്ന് മേൽക്കൂരയിലേക്ക് നോക്കുമ്പോ 8 മുഴവും 7 മുഴവും രണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കയ്യെത്തിച്ചാൽ തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റും. അതുകൊണ്ടാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ അവിടെ തൊട്ടിലിൽ കിടന്ന് വളർന്ന മഹാനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. മഹാനുഭാവൻ പറയുന്നുണ്ട്, ആ മുറികളിലൊക്കെ ഞാൻ കടന്നിട്ടുണ്ട്, ഒരൊറ്റ റൂമിലും ഞാൻ കടക്കാത്തതില്ല. വലീദ് ഇബ്നു അബ്ദുൽ മലിക് രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആ റൂമിലെ ഓരോ റൂമിലും ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ അതിന്റെ മേൽക്കൂര തൊടാൻ വേണ്ടി കയ്യൊന്നുയർത്തിയാൽ എന്റെ കയ്യ് പൊക്കുന്നത് നേരെ മേൽക്കൂര തൊട്ടുപോകും. ഒരു താൽക്കാലിക ടെന്റാണ് സഹോദരങ്ങളെ, ഒരു താൽക്കാലിക വിശ്രമ കേന്ദ്രമാണ് ഒരുക്കിയിരിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്രയോ സന്തോഷമുള്ള മുറികൾ ഒരുക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹബീബിന് വേണമെങ്കിൽ കാലകാലം താമസിക്കാൻ സുബ്ബ രാജാവ് ഉണ്ടാക്കി കൊടുത്ത ഒരു തട്ടുള്ള വീട് അപ്പുറത്തുണ്ട്. പക്ഷേ അവിടം കുറഞ്ഞ മാസം മാത്രമേ താമസിച്ചിട്ടുള്ളൂ. പിന്നെ മദീന പള്ളിയുടെ പരിസരത്തേക്ക് മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു റൂം ഇന്നും അവിടെ ബാക്കിയുണ്ടല്ലോ. വിസ്തീർണം പോയാൽ ഒന്ന് അളന്നു നോക്കിയാൽ നമുക്കൊക്കെ കാണാൻ പറ്റിയ പരുവത്തിലാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്.
തങ്ങൾ നിസ്കരിച്ചിരുന്ന സ്ഥലം കാണാൻ വേണ്ടി, മുറികളിൽ നിസ്കരിച്ചിരുന്ന സ്ഥലം കാണാൻ വേണ്ടി വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ ഒന്ന് ഓപ്പൺ ചെയ്തു കൊടുത്തപ്പോൾ മുഹയും തഹജ്ജുദൊക്കെ നിസ്കരിച്ചിരുന്ന സ്ഥലം, അവിടുന്ന് റവാത്തിബൊക്കെ നിസ്കരിച്ചിരുന്ന സ്ഥലം, ആ സ്ഥലം കണ്ടിട്ട് ജനങ്ങളൊക്കെ കരഞ്ഞുപോയി. നമ്മുടെ വീടിന്റെ ചെറിയൊരു കോലായിയും അതിന്റെ അപ്പുറത്തുള്ള വിസിറ്റിംഗ് റൂമ് അല്ലെങ്കിൽ റെസ്റ്റ് റൂം എന്നൊക്കെ പറയുന്ന റൂമിന്റെ കാൽഭാഗവും രണ്ടും ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ. അതാണ് ഒരു ഹുജറ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുറി ഒന്നും പൊളിക്കാതെ സൂക്ഷിക്കണമെന്ന് മഹാന്മാര് പറഞ്ഞിരുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, വല്ലാഹി ലവദിത്തു അന്നഹും തറകൂഹാ അലാ ഹാലിഹാ ലിയൻസു ഉനാസും മിൻ അഹ്ലിൽ മദീന. ആ മുറികൾ അങ്ങനെ തന്നെ അവിടെ ഉണ്ടാകണമെന്ന് ഞാൻ കൊതിച്ചിരുന്നു. ആരും അത് പൊളിച്ചു മാറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്തിനാണെന്നറിയോ? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ മദീനയിലേക്ക് ലക്ഷ്യമാക്കി വരും. വരുന്നവരൊക്കെ കാണും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഉപയോഗിച്ച മുറികൾ. അത് കാണുമ്പോൾ അവർക്ക് അവരുടെ ആധിക്യത്തെ പറ്റി അവർക്ക് ത്യാഗബോധം വരും. അവരുടെ വർധനവിനെ സംബന്ധിച്ച് അവർക്ക് കുറ്റബോധം വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചത് ഇത്ര പരിമിതമായ സൗകര്യത്തിലാണല്ലോ. പിന്നെ ഓരോരുത്തർക്കും മതി മതി എന്ന ചിന്തയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ആശിച്ചിരുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനത്തെ പള്ളിയിൽ 30 കൊല്ലം ദർസ് നടത്തിയ മഹാനാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നു, ഞാൻ ആശിച്ചു ജനങ്ങൾ അതൊന്നും ഒഴിവാക്കാതെ അങ്ങനെ വെച്ചിരുന്നെങ്കിൽ വരുന്നവർക്കൊക്കെ കാണാമായിരുന്നല്ലോ. പക്ഷേ ആ റൂമുകളുടെ രൂപകൽപ്പനകളൊക്കെ പിന്നീട് മാറിയിട്ടുണ്ട്. കാലങ്ങൾക്കനുസരിച്ച് അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ ഇന്ന് കാണുന്ന രീതിയിൽ ഹുജ്റത്തു ശരീഫയെ മാറ്റിയിട്ടുണ്ട്. ആ മുറികളിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്നത്. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്. റൂമുകൾ, മുറികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് വിശ്രമിച്ചിരുന്ന സ്ഥലത്തെ പറ്റിയാണോ ഈ അൽ ഹുജുറാത്ത് മുറികൾ എന്ന് പറഞ്ഞത്? അതിനെ സംബന്ധിച്ച് ഹുജുറാത്തു നിസാഇക് ഭാര്യമാരുടെ മുറികൾ എന്നോ തങ്ങളുടെ മുറികൾ എന്നോ പറഞ്ഞില്ല. എന്തേ പറയാതിരുന്നത്? തൗഖീറൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ്. കാരണം തങ്ങൾ അങ്ങനത്തെ ഒരു റൂമും ഒരു വീടും പോകുമ്പോൾ ബാക്കി വേണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ തങ്ങളുടെ മുറി, തങ്ങളുടെ വീട് എന്ന് പറയാൻ തങ്ങൾ ഒരിക്കലും ഇവിടെ താല്പര്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് സർവമാന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകുമ്പോഴും ഒരു തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ തണൽ കൊള്ളാൻ വേണ്ടി ഒരുങ്ങി വന്ന ഒരു യാത്രക്കാരനാണ് ദുനിയാവിൽ ഞാൻ. ദുനിയാവിലെ എന്റെ ഈ മുറികളൊക്കെ ഒരു തണൽ വൃക്ഷത്തിന്റെ പ്രതീതിയാണ്. അധ്വാനത്തിൽ ചിലപ്പോഴൊക്കെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കയറിയിരിക്കുന്ന ഒന്നാണ്. സഹോദരങ്ങളെ, നമ്മളെപ്പോലെ സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ പലതും നിലച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പല രൂപത്തിലും വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന മണിമന്ദിരങ്ങളല്ല തങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. കട്ടിലുകൾ വേറെ വാങ്ങിത്തരാം, ബെഡ് വേറെ വാങ്ങിത്തരാം. ഇതൊക്കെ പറഞ്ഞ ആളുകൾ വരുമ്പോഴും തങ്ങൾക്ക് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി നഅം എന്ന്. പക്ഷേ അവിടുന്ന് പറയുന്ന മറുപടി വേണ്ട എന്നാണ്. കാരണം എന്തേ? എനിക്കൊരു വീട് ഇവിടെയല്ല,
എനിക്കൊരു റൂമും ഇവിടെയല്ല, എനിക്കുള്ള യഥാർത്ഥ വീടും റൂമും വരാൻ പോകുന്നേ ഉള്ളൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വല്ലാത്ത ബഹുമാനം സൂറത്തുൽ ഹുജറാത്തിലെ ആ വരിയിൽ നിന്ന് നമ്മൾ വായിക്കുകയാണ്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്. മുറികൾക്കപ്പുറത്ത് വെച്ച് തങ്ങളെ വിളിക്കുന്ന ആളുകൾ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു പറയുന്നു, വിളിച്ചത് ഒരാളാണ്, അല്ലെങ്കിൽ ഒരു റൂമിന്റെ അടുത്ത് വെച്ചാ വിളിച്ചത്. രണ്ട് നിലക്കാണെങ്കിലും ബഹുമാനം എല്ലാ റൂമുകൾക്കും മുറികൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് അൽ ഹുജറാത്ത് എന്ന് ബഹുവചനമാക്കി പറഞ്ഞത്. ഹുജറാത്ത് എന്ന് വായിക്കുമ്പോ 3 രൂപത്തിലും വായിക്കാമെന്ന് ഖാരിഉകൾ പറഞ്ഞിട്ടുണ്ട്. ഹുജറാത്ത് എന്ന് ജീമിന് ലൊമ്മ കൊണ്ട് വായിക്കാം. ഖുർആനിലൂടെ നമ്മളൊക്കെ ഓതുന്ന ഓത്തിൽ അങ്ങനെയുള്ളത്. നാളെ മുതൽ ഏതും പറയാന്നുണ്ട്, അങ്ങനെ തിരുത്താൻ നിൽക്കണ്ട. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്. നമ്മൾ ഓതുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് അനുസരിച്ചുള്ള ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ ലൊമ്മാണുള്ളത്. ഹുജറാത്ത് എന്ന് ജീമിന് ഫത്ഹ് കൊണ്ടും ഖിറാഅത്ത് വന്നിട്ടുണ്ട്. ജീമിന് സുക്കൂന് കൊണ്ട് ഹുജറാത്ത് എന്നും വന്നിട്ടുണ്ട്. നമ്മൾ അവലംബിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ പതിവുള്ള, നമ്മൾ പതിവായി പഠിച്ചതും കേട്ടും പോരുന്ന റിവായത്തനുസരിച്ച്. അറിവിന് വേണ്ടി മാത്രം ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആരെങ്കിലൊക്കെ ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ അയാളെ മേലിട്ട് കയറേണ്ട ആവശ്യമില്ല. അങ്ങനെയും ഖിറാഅത്ത് ഉണ്ട് എന്ന് പറയാം. ഗുജറാത്ത് നേരി കാണുമ്പോ അത് ഖുർആനുള്ളതല്ല, അത് വേറൊരു നാട്ടിലെ സ്ഥലമാണ്. ഇവിടെ ഹുജൂറാത്ത് എന്ന് തന്നെ പറയണം എന്ന് ശഠിക്കേണ്ടതില്ല. അങ്ങനെയും പ്രയോഗം ഉണ്ട്, ഖിറാഅത്തിലുണ്ട്. ആ മുറികൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൂമുകൾ മൊത്തമായി എണ്ണാനുള്ള കാരണം ലിഅന്നഹാ ഉമ്മുൽ ഹുജറാത്ത്. എല്ലാ മുറികളിലും തങ്ങളില്ല. തങ്ങൾ ഒരു മുറിയിലല്ലേ ഉള്ളൂ. വന്ന് വിളിച്ച ആളുകൾ വിളിക്കുമ്പോ തങ്ങൾ ഒരു റൂമിലാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞതോ മിൻ വറാഇൽ ഹുജറാത്തി. മുറികൾക്കപ്പുറത്ത്, എല്ലാ മുറി എണ്ണിയിട്ടുണ്ട്, മുറികൾക്കപ്പുറത്ത് വെച്ച് തങ്ങളെ വിളിക്കുന്നവർ. എന്റെ എല്ലാ റൂമുകളും എണ്ണി പറയാനുള്ള കാരണം, മുറികളിൽ റൂമുകളിലെ ഏറ്റവും മഹത്വമുള്ള റൂമുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധിവസിച്ച റൂമാണല്ലോ. വാശ്റഫുഹാ, അതിലേറ്റവും ശ്രേഷ്ഠതയും ആ മുറികൾക്കാണ്. അതുകൊണ്ടാണ് ഒരു റൂമാണെങ്കിലും അതിനെ ബഹുവചനത്തിന്റെ വലുപ്പത്തിൽ പറഞ്ഞത്. എങ്ങനെ മദി മക്കയിലെ പള്ളിയെ പറ്റി മസാജിദല്ലാഹി എന്ന പ്രയോഗം ഖുർആനിലുണ്ട്. സൂറത്തുൽ ബഖറ 114. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്. ഒരു പള്ളിയാണ് ഉദ്ദേശം, പക്ഷെ പറഞ്ഞത് മസാജിദല്ലാഹിനാണ്. അങ്ങനെ എല്ലാ പള്ളികളുടെയും ശറഫ് കിട്ടാൻ ലോകത്താകെ ഒരു പള്ളി എന്നറിയപ്പെടുന്ന പള്ളി മസ്ജിദുൽ ഹറാമാണ്. മൂന്നാലൊരു പള്ളിയിൽ എന്ത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കരുതിയ ആൾക്കും മസ്ജിദുൽ ഹറാം മതി എന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചത്. അപ്പൊ മസ്ജിദുൽ ഹറാം ഉമ്മുൽ മസാജിദ്, പള്ളികളുടെ ഉമ്മയാണ്, മാതാവാണ്. ആ അർത്ഥത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറികൾ എല്ലാ റൂമുകളുടെയും വീടുകളുടെയും തലവനാണ്. അവിടുത്തെ വീടാണ് ഏറ്റവും ഒന്നാമതായി പരിഗണിക്കേണ്ടത്. ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലവും അത് തന്നെയല്ലേ. തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലമാണല്ലോ അഷ്റഫുൽ മവാദിഉ. അവിടുന്ന് അന്തിയുറങ്ങുന്ന സ്ഥലമാണ് ഏറ്റവും ശറഫാക്കപ്പെട്ട സ്ഥലം. അതുകൊണ്ടാണ് ഇസ്രാഈലിന്റെ യാത്രയിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ട് ആദ്യം ഒന്ന് ഇറങ്ങി 2 റക്അത്ത് നിസ്കരിക്കണം നബി എന്ന് പറഞ്ഞപ്പോൾ നിസ്കാരം കഴിഞ്ഞ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിസ്കരിച്ച സ്ഥലം ഏതാണെന്ന് അറിയുമോ നബിയേ? സ്വല്ലൈത ബിത്വയ്ബാ, ത്വയ്ബയിലാണ് ഇപ്പൊ നിസ്കരിച്ചത്. ഈ ത്വയ്ബയിലേക്കാണ് കുറച്ചു കഴിഞ്ഞ് തങ്ങൾക്ക് വരാറുള്ളത്. ഹിജ്റ വരുന്ന കേന്ദ്രമാണ് മദീന. അവിടെ തന്നെയാണ് തങ്ങൾ നിസ്കരിച്ചിടത്താണ് ഇന്ന് കിടക്കുന്നത്, അന്തിയുറങ്ങുന്നത്, വിശ്രമിക്കുന്നത്, ലോകത്തെ നിയന്ത്രിക്കുന്നത്. അന്ന് നിസ്കരിച്ച സ്ഥലമാണ്. അതിന് വലിയ ശറഫുണ്ട്.
അത് അവിടുത്തെ ഹുജറകളിൽ ഒരു ഹുജറയാണ്. ഇരിക്കട്ടെ, ആ മുറികൾക്ക് പിന്നിൽ വന്ന് വിളിച്ചത് ആരാണ്? മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി, ഒരു ഗോത്രം, തമീം ഗോത്രക്കാരിൽപ്പെട്ട ഒരു സംഘം, തമീം ഗോത്രക്കാരിൽപ്പെട്ട ഒരു സംഘം, ബനൂ തമീം ഗോത്രക്കാരിൽപ്പെട്ട ഒരു സംഘമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന് മുന്നിൽ വന്ന് അവിടത്തെ വിളിച്ചത്. എന്താ വിളിക്കാനുള്ള കാരണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതിലേക്ക് നയിച്ച കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ അംബർ എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് ഒരു ചെറിയ സൈന്യത്തെ അയച്ചിരുന്നു. എന്തിന്? തൗഹീദ് പ്രചരിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ സന്ദേശം ഓതിക്കൊടുക്കാനും. അവർക്ക് നേതാവായി നിശ്ചയിച്ചത് ഉയൈനത്തു ബിനു ഹിസ്ൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഈ ചെറു സൈന്യം അങ്ങോട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ ആ നാട്ടുകാർ പല ഭാഗത്തേക്കും ഓടി ഒളിച്ചുപോയി. ഭാര്യ സന്താനങ്ങൾ മാത്രം അവിടെ തനിച്ചായി. ആ ഭാര്യ സന്താനങ്ങളെ ഉയൈന റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്ത് മദീനയിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ നാട്ടിലെ, ആ ഗോത്രത്തിലെ പുരുഷന്മാർ, ബനുൽ അംബർ ഗോത്രത്തിലെ പുരുഷന്മാര് മദീനയിലേക്ക് വന്നു. വന്നത് നട്ടുച്ച സമയത്താണ്. ഈ പിടികൂടിയ ആളുകൾക്ക് മോചനദ്രവ്യം കൊടുത്ത് കൊണ്ടുപോകാനാണ് വന്നത്. നട്ടുച്ച നേരത്ത് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ച നേരത്ത് വീട്ടിൽ വിശ്രമിക്കുകയാണ്. സന്താനങ്ങൾ, മക്കൾ ഈ ബാപ്പമാരെ കണ്ടപ്പോൾ അവരതാ ഒച്ച വെച്ചു, ശബ്ദിച്ചു. വല്ലാത്ത വെപ്രാളപ്പെട്ട് ശബ്ദിച്ചു, ഒച്ച വെച്ചു, കരഞ്ഞുപോയി. അങ്ങനെ കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചപ്പോ വീട്ടിലാണെന്ന് വിവരം കിട്ടി. വീടിന്റെ മുൻഭാഗത്ത് വന്നിട്ട് അവരെ വിളിച്ചു പറയുന്നു, യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ. എല്ലാവരും കൂടി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അല്ല, അവരുടെ നേതാവായിട്ട് വന്ന ഒരാളാണ് വിളിച്ചു പറഞ്ഞത്. അത് അഖ്റ ഇബ്നു ഹാബിസ് ആണെന്നും പറയുന്നുണ്ട്. വിളിച്ചു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കം കെടുത്തി. അതാണ് വിഷയം. തങ്ങളെ വിശ്രമത്തിന് കേടുവരുത്താൻ പാടില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. ഉറക്കിൽ നിന്ന് തങ്ങൾ ഉണർന്നു. പുറത്തിറങ്ങിയപ്പോൾ അവര് പറഞ്ഞു, ഫാദിനാ ഇയാലനാ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് മോചനദ്രവ്യം ദാ ഞങ്ങൾ തരുന്നു, അത് ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് മോചിപ്പിക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, ഓ നബിയെ, അള്ളാഹു തങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്കും അവർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരാളെ നിശ്ചയിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും നിങ്ങൾക്കും ഇടയിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മധ്യസ്ഥനായി വരട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചൊക്കെ നിങ്ങൾ പരിഗണിക്കുന്ന ഒരു നേതാവിന്റെ റോളിലുള്ള സബ്റത്ത് ബിൻ അംറിനെ ഒരു മധ്യസ്ഥനായി നിശ്ചയിക്കാൻ നിങ്ങളുടെ താല്പര്യം എന്താ? അവര് പറഞ്ഞു, നാം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ സബ്റത്ത് ബിൻ അംർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കിടയിൽ മധ്യവർത്തിയായി നിൽക്കൂല. കാരണം എന്റെ ബാപ്പയുടെ സഹോദരൻ ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ ബാപ്പയുടെ സഹോദരനെ പരിഗണിച്ച് ഞാൻ മാറുകയാണ്. ബാപ്പയുടെ സഹോദരൻ അഅ്വർ ഇബ്നു ബശാമത്ത് ഇബ്നു ദുറാർ, അദ്ദേഹത്തെ പരിഗണിച്ച് ഞാൻ ഒരു നിലക്കും നേതൃസ്ഥാനത്ത് നിൽക്കാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾ പറഞ്ഞു, എന്നാൽ അദ്ദേഹം നിൽക്കട്ടെ. അവർ തൃപ്തിപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മധ്യസ്ഥരുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അഅ്വർ ഇബ്നു ബശാമ എന്ന് പറയുന്ന അവരുടെ നേതാവ് വന്നിട്ട് പറഞ്ഞു, പകുതി ആളുകളെ തങ്ങളെ ഒന്നും സ്വീകരിക്കാതെ വിട്ടുകൊടുക്കണം, മോചിപ്പിക്കണം. പകുതി ആളുകൾക്ക് മോചനദ്രവ്യം സ്വീകരിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് റളീതു, ആ തീരുമാനം ഞാൻ തൃപ്തിപ്പെട്ടു. പകുതി ആളുകൾക്ക് മോചനദ്രവ്യം വാങ്ങി, പകുതി ആളുകളെ ഒന്നും വാങ്ങാതെ മോചിപ്പിച്ചു. അത് അവരുടെ വിളി കൊണ്ടാണ് സത്യത്തിൽ അങ്ങനെ ഒരു കുറവ് വന്നത്. റഹ്മത്തുൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊത്തം
മൊത്തം അവർക്ക് ഒന്നും സ്വീകരിക്കാതെ കൊടുക്കുമായിരുന്നു. പക്ഷെ ഒന്ന് കാത്തു നിൽക്കേണ്ടിയിരുന്നു. അതാണ് ഖുർആൻ പറയുന്നത്, വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. തങ്ങൾ പുറത്തിറങ്ങുന്ന ടൈം വരെ അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് കൂടുതൽ ഉചിതമാകുമായിരുന്നു. ഒരു നയാ പൈസയും കൊടുക്കാതെ ആ ബന്ദികളെ മുഴുവനും സൗജന്യമായിട്ട് മോചിപ്പിച്ചു കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്ത കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകുതി ആളുകളെ മാത്രമാണ് ഒന്നും കൊടുക്കാതെ മോചനത്തിന് വഴിയാക്കി കൊടുത്തത്. പകുതി ആളുകൾക്ക് മോചന ദ്രവ്യം നൽകേണ്ടതായും വന്നു. ഖാതിർ റളിയല്ലാഹുവിന്റെ തഫ്സീറിൽ അങ്ങനെയുണ്ട്, ലകാന ഖൈറൻ ലഹും, അവർ കാത്തിരുന്നുവെങ്കിൽ അവർക്കത് ഉത്തമമാകുമായിരുന്നു. ലിഅന്നക കുൻത തഅതിഖുഹും ജമീആ, നബിയെ തങ്ങളെ എല്ലാവരെയും മോചിപ്പിക്കുമായിരുന്നു. വതത്ലിഖുഹും ബിലാ ഫിദാ, മോചനദ്രവ്യം സ്വീകരിക്കാതെ വിട്ടുകൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു പതിവ് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബദർ യുദ്ധം കഴിഞ്ഞ അന്നത്തെ രാത്രി തങ്ങളെ അരീശിൽ താമസിക്കാം. ഇന്നവിടെ മസ്ജിദുൽ അരീശി എന്ന പള്ളി വന്നിട്ടുണ്ട്. ബദറിൽ ഹജ്ജിന് പോകുന്ന ഉംറക്ക് പോകുന്ന ആളുകൾക്കൊക്കെ സൗകര്യം കിട്ടിയാൽ ആ പള്ളിയിൽ കയറി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ പന്തലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുമ്പോ സ്വഹാബത്തിൽപ്പെട്ട ഒരു പറ്റം ആളുകൾ തങ്ങളുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോ ഉറങ്ങുന്ന നേരമാണ്, പക്ഷെ ഉറങ്ങിയിട്ടില്ല. ഞങ്ങളെന്തോ ഒരു ബേജാറൊരു വിഷമത്തിലോ. സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, ഇന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമാണ്, അള്ളാഹു തുല്യതയില്ലാത്ത വിജയവും സഹായവും തന്ന ദിവസമാണ്, നല്ല സന്തോഷമുള്ള ദിവസം, സന്തോഷത്തോടെ ഉറങ്ങാൻ എന്തൊരു സന്തോഷമാണ്. പക്ഷെ തങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറങ്ങാത്തത് എന്താണെന്നറിയോ? തൊട്ടപ്പുറത്താണല്ലോ ടെന്റ് കാണുന്നത്. ബന്ദികളെ കെട്ടിയിരിക്കുന്ന ടെന്റിൽ നിന്ന് എന്റെ ഉപ്പയുടെ സഹോദരനായ അബ്ബാസിന്റെ മൂളലും ഞരങ്ങലും ഞാൻ കേൾക്കുന്നുണ്ട്. ബന്ധവസ്ഥനായതുകൊണ്ട് കയ്യിന് ആമം വെച്ചിട്ടുണ്ട്. എന്റെ ഉപ്പാന്റെ സഹോദരൻ പരാതി പറയുന്നു. ആ പരാതിയുടെ ശബ്ദം ഞാൻ ഇങ്ങോട്ട് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ശത്രുപക്ഷത്തല്ലേ വന്നത്, കുറച്ചവിടെ കുടുങ്ങിക്കോട്ടെ എന്നല്ല. ഇത് ചിന്തിക്കുന്നത് ആരാണറിയോ? റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്ത എന്താണ്? ബാപ്പയുടെ സഹോദരനാണല്ലോ, നിർബന്ധിതനായി വരേണ്ടി വന്നതാണ്. യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അബ്ബാസിനെ കണ്ടാൽ ആരും ഒന്നും ചെയ്യരുത്. ഫഇന്നഹു ഖദ് ജാഅ മുക്റഹാ, നിർബന്ധിതനായി യുദ്ധത്തിന് വന്നതാണ്, കണ്ടാ നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് സ്വഹാബത്തിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തടവിലാക്കപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഉറക്കം വരാതെ വിഷമം പറയുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് പറഞ്ഞു, എങ്കിൽ നബിയെ അബ്ബാസ് എന്നവരുടെ കയ്യിന്റെ ആമം അഴിച്ചു കൊടുക്കാമല്ലോ, സ്വസ്ഥമായി ഉറങ്ങിക്കോട്ടെ. അപ്പൊ കാരുണ്യത്തിന്റെ കേദാരമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എങ്കിൽ ബന്ദികളൊക്കെ തുല്യരാണല്ലോ, എല്ലാവർക്കും ഉറക്കം വേണ്ടേ, എല്ലാ ബന്ധനങ്ങളും അഴിച്ചു കൊടുക്കൂ, അവർ സ്വസ്ഥമായി ഉറങ്ങട്ടെ. അങ്ങനെയാണ് തങ്ങളുടെ ചിന്ത. ഒന്നും വാങ്ങാതെ ഇവരെ സൗജന്യമായി വിട്ടുകൊടുക്കുമായിരുന്നു. പക്ഷേ അവരാ വിളി ശരിയായില്ല. റൂമിന്റെ പുറത്തു വന്നവർ വിളിച്ചത് ശരിയായില്ല. തങ്ങളെ ഉറക്കം കെടുത്തിയത് ശരിയായില്ല. ഒന്ന് ക്ഷമിച്ചു നിന്നിരുന്നെങ്കിൽ ഒരുപാട് ഖൈറവർക്ക് ലഭിക്കുമായിരുന്നു. വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും, അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അവർക്കത് ഉത്തമമാകുമായിരുന്നു. അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അവർക്കത് ഉത്തമമാകുമായിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെ എല്ലാവരെയും മോചിപ്പിച്ചു കൊണ്ടുപോകാമായിരുന്നു. സുബറിനെ പറ്റി ഒരു ചർച്ച തഫ്സീറിൽ അവിടെ നടക്കുന്നുണ്ട്. വലോ അന്നഹും സബറു എന്ന് പറഞ്ഞു.
ഞാനിപ്പോ ആ വിഷയം അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ഒറ്റ വാക്കിൽ പറയട്ടെ, സുബുർ എന്ന് പറഞ്ഞാൽ എന്താണ്? സുബുർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛ നേരായ ദിശയിലേക്ക് പോകേണ്ടതിന് പകരം ശരീരത്തിന്റെ ഇച്ഛ അതിന് തോന്നിയ റൂട്ടിലേക്ക് പോകുമ്പോൾ പിടിച്ചു നിർത്താനുള്ള കഴിവ്, അതാണ് ക്ഷമ. ശാരീരിക ഇച്ഛയിലേക്ക് ശരീരത്തെ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പ്രേരണ വരുമ്പോ പിടിച്ചു വെക്കാനുള്ള കഴിവിനാണ് ക്ഷമയെന്ന് പറയുന്നത്. ഇരിക്കട്ടെ, തങ്ങൾ അവരിലേക്ക് പുറത്തിറങ്ങുന്നത് വരെ ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ലേ? ആ വാക്കിൽ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, മറ്റൊരാവശ്യത്തിനാണ്. എന്നാലും നിൽക്കണം. കാരണം ഹത്താ തഖ്റുജ ഇലൈഹിം എന്നാ ഖുർആൻ പറഞ്ഞേ. അവരുടെ വിഷയത്തിന് വേണ്ടി കരുതിയിട്ട് തങ്ങൾ പുറത്തിറങ്ങുന്നവരെ നിൽക്കണം. അപ്പൊ തങ്ങളൊന്ന് പുറത്തിറങ്ങി. എന്തിനായിരുന്നു തങ്ങൾ പുറത്തിറങ്ങിയത്? അവിടുത്തെ ഖളാഉൽ ഹാജത്ത് നിർവഹിക്കാനാണ്. എന്നാ നിങ്ങൾ സംസാരിക്കാനായിട്ടില്ല. തങ്ങൾ പുറത്തിറങ്ങിയത് മറ്റൊരു ഹിജ്റയിലേക്ക് പോകാനാണ്, സംസാരിക്കാനായിട്ടില്ല. തങ്ങൾ പുറത്തിറങ്ങിയത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാകുന്നത് വരെ ക്ഷമിച്ചു നിൽക്കുകയാണെങ്കിൽ ലകാന ഖൈറൻ ലഹും. നിസ്കാരത്തിന് വേണ്ടിയാണ് തങ്ങൾ പുറത്തിറങ്ങിയത്, നിങ്ങൾ വിഷയം പറയാനായിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സഹാബിമാരോട് ഒരു കാര്യം പറയാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്, നിങ്ങളുടെ വിഷയം പറയാനായിട്ടില്ല. നിങ്ങളുടെ വിഷയം പറയേണ്ടത് തങ്ങൾ ആ വിഷയം തുടങ്ങിയിട്ട് നിങ്ങളോട് ചോദിക്കുമ്പോഴാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം പറയാം. ഈ ആയത്തുകളിൽ നിന്ന് ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമതായി പഠിക്കേണ്ടത് ഈ രണ്ടായത്തുകളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാലിക്കേണ്ട അദബാണ്. അവിടുന്ന് മുറിയുടെ ഉള്ളിലാണെങ്കിലും പുറത്ത് വന്ന് വിളിക്കാൻ പെർമിഷൻ ഇല്ല. പിന്നെയോ അവര് വല്ലാതെ ബുദ്ധിയോടെ നന്നായി ചിന്തിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തങ്ങളോട് സംബോധന ചെയ്യണം. ശരിക്ക് തങ്ങളുടെ വലുപ്പം അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ സ്വഹാബത്ത് വിളിക്കുമ്പോൾ അവര് വിളിച്ചിരുന്നു. എങ്ങനെ സ്വഹാബത്ത് വിളിക്കാൻ പറയും? നഖങ്ങളെ കൊണ്ട് ഇങ്ങനെ മുട്ടും. വാതിലിന് നഖങ്ങളെ കൊണ്ടാ മുട്ടും. നഖം കൊണ്ട് മുട്ടിയാൽ എത്ര ഒച്ച ഉണ്ടാകുക? അല്ലെങ്കിൽ നഖം കൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് ചുരണ്ടുന്ന ശബ്ദം ഉണ്ടാകും. ഇങ്ങനെ പോയിട്ട് ഊക്കൻ കുത്തൊന്നും കുത്തൂല, ഇഞ്ചി കുത്തൊന്നും കുത്തൂല. അത് നമ്മളെ സ്വഭാവമാണ്. സ്വഹാബത്ത് ചെയ്തിരുന്നത് നഖങ്ങളെ കൊണ്ട് ഇങ്ങനെ പതുക്കെ മുട്ടും. ആ മുട്ടും പതുക്കെ ഇങ്ങനെ മുട്ടും നഖം കൊണ്ട്. അപ്പൊ ചെറിയ ശ്രദ്ധിച്ചാ മാത്രമേ ആ സൗണ്ട് തിരിയുള്ളൂ. അത് ബഹുമാന. ശരിക്കും നന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദറുൻ അദീം, മഹത്തായ സ്ഥാനം അറിഞ്ഞിരുന്നുവെങ്കിൽ അവരങ്ങനെ വിളിക്കുമായിരുന്നു. തങ്ങളെ കണ്ടിട്ടല്ലേ അവര് വിളിച്ചത്, ഉള്ളിലുണ്ട് എന്നറിഞ്ഞിട്ടല്ലേ. നല്ല ബോധമുള്ളവരാണെങ്കിൽ ഉള്ളിലുള്ള തങ്ങളെ വിളിക്കാൻ ഒരു നിലക്കും ഒക്കൂല, പുറത്ത് വരുന്നത് വരെ കാത്തു നിൽക്കുമായിരുന്നു. ഇവിടെയാണ് അബൂ ഉസ്മാനുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന വലിയൊരു ഗുണപാഠമുണ്ട്. അൽ അദബു ഇൻദൽ അകാബിർ, വലിയ വലിയ ആളുകളുടെ അടുക്കൽ നമ്മൾ അദബ് പാലിക്കണം. വഫീ മജ്ലിസി സാദാത്തി, നേതാക്കൾ, മഹാന്മാർ, ഔലിയാക്കൾ, അവരുടെ സദസ്സുകളിൽ നമ്മൾ പാലിക്കുന്ന അദബ് കാരണം വലിയ സ്ഥാനങ്ങളിലേക്ക് അല്ലാഹു ഉയർത്തിത്തരും. ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും അങ്ങനെയാണ്. വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയരാൻ സാധിക്കും. പക്ഷേ ആ മഹത്തുക്കളുടെ സദസ്സിൽ അദബ് പാലിക്കണം. എന്നിട്ട് അബൂ ഉസ്മാനുൽ മഗ്രിബി തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അദബ് സ്വീകരിക്കണമെന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ മാതൃക പിൻപറ്റി ജീവിക്കുന്ന ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ, സദാത്തുക്കൾ, അവരോടൊപ്പവും ഇങ്ങനെ പാലിക്കേണ്ടതുണ്ട്. വാതില് മുട്ടാൻ പാടില്ല. ഹത്താ യഖ്റുജ ലിഖളാഇ ഹാജതിഹി ഇഹ്തിറാമാ. പണ്ഡിതന്മാര് കൂട്ടത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാര് അവരുടെ ഗുരുനാഥന്മാരുടെ സമീപത്ത് ചെല്ലുമ്പോ
അവരൊന്ന് ആവശ്യ നിർവഹണത്തിന് വേണ്ടി മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന സമയം വരെ കാത്തു കഴിയുമായിരുന്നു. വാതിൽ മുട്ടൂല, വാതിൽ മുട്ടിയിട്ട് ശല്യം ചെയ്യില്ല. ഒരിക്കലും ബാപ്പാന്റെ ഉമ്മാന്റെ വാതിൽ മുട്ടി ശല്യം ചെയ്യാൻ പാടില്ല. അവര് യഥേട്ടം ഉറങ്ങിക്കോട്ടെ എന്നല്ല അതിന്റെ അർത്ഥം. സുബിയൊക്കെ കള്ളാക്കി ഉറങ്ങിക്കോട്ടെ എന്നല്ല. പിന്നെ അവരെ റൂമിന്റെ അടുത്ത് പോയിട്ട് ഒന്നുകിൽ ഉമർ റളിയല്ലാഹു അൻഹു ഓതിയതുപോലെ ഓതി വിളിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ മുട്ടിയല്ലേ വിളിക്കല്, ഓതിയിട്ടാ വിളിച്ചിരുന്നത്. ഓരോ റൂമിന്റെ അടുത്ത് പോയിട്ട് ഓതും. വഅ്മുർ റഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ഒരു മകൻ കിടക്കുന്ന റൂമിന്റെ അടുത്ത് പോയി ഓതും. അങ്ങനെ അവിടുന്ന് എണീറ്റു എന്നുള്ള എന്താ സൂചന കിട്ടിയാൽ അപ്പുറത്തേക്ക് പോകും, പിന്നെ അവിടെ പോകും, പിന്നെ അപ്പുറത്തേക്ക് പോകും, അവിടെ പോകും. ഓരോ റൂമിന്റെ അടുത്ത് പോയിട്ടും സുബ്ഹി വാഗ് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ സൂറത്ത് ത്വാഹയിലെ ആയത്ത് അങ്ങനെ ഓതിയിട്ട് അവരെ വിളിപ്പിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ദിക്ർ ചൊല്ലി വിളിപ്പിക്കുന്നത് കാണാം. അങ്ങനെയും കൊണ്ട് സത്യത്തിൽ അതൊന്നും ശല്യമല്ല. കാരണം കേൾക്കുന്നത് ആയത്തും ദിക്റുമാകുമ്പോ അവിടെ പിന്നെ എതിർക്കാൻ വകുപ്പില്ല. മുട്ടിയിട്ടാകുമ്പോ ഒരു പക്ഷെ ഉള്ളിൽ നിന്ന് പലതും കൊണ്ട് കേൾക്കും. ആരാ മുട്ടുന്നൊക്കെ ചോദിച്ചപ്പോ എന്ത് മുട്ടാ മുട്ടുന്നൊക്കെ ചോദിക്കും. അങ്ങനെ മുട്ടാൻ പാടില്ല. മുട്ടിയിട്ടുള്ള ജീവിതകാലത്ത് ഒരിക്കലും ഞാൻ എന്റെ ഉസ്താദുമാരുടെ ഒരു റൂമും മുട്ടിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ല, ഖാസിം ഇബ്നു സലാം റളിയല്ലാഹു അൻഹു താബിഇയാണ്. മഹാനവർകൾ പറഞ്ഞു, മാ ദഖഖതുൽ ബാബ അലാ ആലിമിൻ ഖത്തു. ഒരു പണ്ഡിതന്റെ വാതിൽക്കലും ഞാൻ മുട്ടിയിട്ടില്ല. ഞാൻ ക്ഷമിച്ചു നിൽക്കലായിരുന്നു പുറത്തു വരുന്നത് വരെ. ക്ഷമിച്ചിരിക്കാൻ കാരണം എന്താണെന്നറിയോ? ഈ സൂറത്തുൽ ഹുജറാത്തിലെ ആയത്താണ്, 5-ാമത്തെ ആയത്ത്. വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. പുറത്തിറങ്ങുന്നത് വരെ അവർ ക്ഷമിച്ചു നിന്നിരുന്നെങ്കിൽ അതവർക്ക് കൂടുതൽ ഖൈറാകുമായിരുന്നല്ലോ. അതബിന്റെ വലിയൊരു വകുപ്പാണിത്. മൊത്തത്തിൽ നമ്മൾ ബഹുമാനം പാലിക്കേണ്ടിടത്ത് ഓരോരുത്തരുടെ കൂടെയും ഓരോ ബഹുമാനം പാലിക്കേണ്ടതുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂറത്തുൽ ഹുജറാത്തിലെ 5-ാമത്തെ ആയത്ത് കണ്ടതിന് ശേഷം, അത് അറിഞ്ഞതിന് ശേഷം ഒരിക്കലും ഞാനൊരു ആലിമിന്റെ വാതിൽക്കലും മുട്ടിയിട്ടില്ല. അട്ടിപ്പാത്രം എവിടെയൊന്നും ഇരിക്കാൻ പോലും മുട്ടാൻ പാടില്ല. അത് ആ ആലിമിന് ഒരു പക്ഷെ ഭക്ഷണം കൊണ്ടുവരുന്നതാകും, പക്ഷെ ആ മുട്ട് സഹിക്കൂല. സഹിക്കാതെ വന്നാൽ ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നിയാൽ അത് നമുക്ക് ഇടങ്ങേറാണ്. അപ്പൊ വിളിക്കാൻ വേറെ ഏതെങ്കിലും ഉചിതമായ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാന്നല്ലാതെ വാതിലിൽ മുട്ടി ഇടങ്ങേറാക്കുന്ന സ്വഭാവം, പുറത്തുനിന്ന് വിളിച്ചുകൊണ്ട് ശല്യം ചെയ്യുന്ന സ്വഭാവം, അത് രണ്ടും പറ്റൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ള ബഹുമാനം പഠിപ്പിച്ചതിന്റെ പിറകിൽ പണ്ഡിതന്മാര് ബോധ്യപ്പെടുത്തി തരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഒരു ആയത്തിനോടുകൂടെ ഒരു ഹദീസും ഉണ്ട്. ആ ഹദീസുമാണ് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. എന്റെ റബ്ബ് എനിക്ക് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ അദബ് അല്ലാഹു എനിക്ക് നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ ആ അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി ആ അദബ് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഹദീസും എനിക്ക് പ്രചോദനമാണ്. അപ്പൊ ജനങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയാകണം? പണ്ഡിതന്മാര് പറഞ്ഞു, ജനങ്ങളോടുള്ള പെരുമാറ്റം, ഇൻകാന ഖലീലുക ഫൗഖക, നിന്റെ കൂട്ടുകാരൻ നിന്നോടുകൂടെ കൂട്ടം കൂടിയ ആള് നിന്റെ മേലെയുള്ള ആളാണെങ്കിൽ ഫസ്ഹബുഹു ബിൽ ഹുർമാ, ബഹുമാന പുരസ്സരം സഹവസിക്കണം. പറയുന്ന വാക്കിൽ ബഹുമാനം വേണം, ചെയ്യുന്നിടത്ത് ബഹുമാനം വേണം, സമ്മതം ചോദിക്കുന്നിടത്ത് ബഹുമാനം വേണം, ഇരിക്കുന്നിടത്ത് ബഹുമാനം വേണം, നടക്കുന്നിടത്ത് ബഹുമാനം വേണം.
അതേ സമയത്ത് നിന്റെ സമപ്രായക്കാരനാണ് നിന്നോട് കൂടെയുള്ളതെങ്കിൽ സമപ്രായക്കാരനാകുമ്പോ കുറെ വാഗ്ദാനങ്ങളും വാക്കുകളൊക്കെ പറയുന്നു. പക്ഷേ അവിടെ പറയുന്ന വാക്ക് പാലിക്കണമെന്ന ചിന്തയോടുകൂടെയുള്ള സഹവാസാകാണ്. ഒരേ പ്രായക്കാരാണ്, ഒപ്പം പഠിച്ചവരാണ്, ഒപ്പം ജോലി എടുത്തവരാണ്. അപ്പൊ പല വാഗ്ദാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അത് പൂർത്തീകരിക്കണമെന്ന ചിന്തയോടുകൂടെ സഹവസിക്കണം. ഇനി വൈകാന ദൂന, നിന്റെ പ്രായത്തിന് താഴെയുള്ള ആളോടാണ് നീ സഹവസിക്കുന്നതെങ്കിലോ നല്ല കാരുണ്യത്തിന്റെ ബോധത്തോടുകൂടെ അപാകതകൾ സംഭവിക്കുമ്പോ ആക്രോശിക്കരുത്, അപാകതകൾ സംഭവിക്കുമ്പോ ആട്ടിയോടിക്കരുത്. റഹ്മത്തിന്റെ മനസ്സോടെ സഹവസിക്കണം. കൂടുള്ള ആരാ? കൂടുള്ളത് നമ്മളെക്കാളും പ്രായം കുറഞ്ഞാണ്. ഒന്നുകിൽ നമ്മളെ പേരക്കുട്ടിയാണ്, അല്ലെങ്കിൽ നമ്മളെ ചെറിയ മോനാണ്, അല്ലെങ്കിൽ നമ്മളെ മോനാണ്, അല്ലെങ്കിൽ അയൽവാസിയുടെ മോനാണ്. നമ്മളെക്കാളും പ്രായം കുറഞ്ഞാണ്. ആ പ്രായം കുറഞ്ഞ ആളോട് എപ്പോഴും സഹവസിക്കുമ്പോ റഹ്മത്തിന്റെ ചിന്ത വേണം. അയാൾക്ക് ഉണർത്തി കൊടുക്കണം, അയാൾക്ക് അറിയിച്ചു കൊടുക്കണം, അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, അയാൾക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ചിന്തയാണ് വേണ്ടത്. ചെറിയവരോട് കൂടെയാണ്. അങ്ങനെയാണല്ലോ റഹ്മത്തിന്റെ ചിന്ത. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു. ഇവ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. തങ്ങളവിടെ കട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഒക്കത്തിരിക്കുന്ന കുട്ടി അവിടെ നിന്ന് ഇറങ്ങി. കുട്ടികളുടെ സ്വഭാവമാണ് അങ്ങനെ കീഞ്ഞിറങ്ങും. ഇറങ്ങിയിട്ട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കട്ടിലിൽ കുത്തിപ്പിടിച്ച് കുട്ടി കയറി. ഞങ്ങളിങ്ങനെ കിടക്കല്ലേ. അപ്പൊ ആ ചെറിയ കുട്ടിയെ തങ്ങളെടുത്ത് പള്ളയിൽ ഇങ്ങനെ വെച്ചു, പള്ളന്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചു. അത് റഹ്മത്താണല്ലോ, വാത്സല്യം. പള്ളന്റെ ഭാഗത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി മൂത്രമൊഴിച്ചു. ആ ഉമ്മ ആകെ പേടിച്ചു. പക്ഷെ ആ കുട്ടിയെ എടുക്കാൻ വേണ്ടി ഓടി വന്നപ്പോ തങ്ങൾ കൊടുത്തില്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഞാൻ ഓരോന്നിനും ഓരോ കിസ്സയും ഹദീസും പറയുകയാണെങ്കിൽ നീണ്ടുപോകും. പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ ഗുണപാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. താഴേക്കടയുള്ളവരാണെങ്കിൽ അവരോട് റഹ്മത്തിന്റെ നോട്ടവും റഹ്മത്തിന്റെ ചിന്തയും വേണം. അവരെ ആട്ടരുത്, ആട്ടി ഓടിക്കരുത്, ചീത്ത പറയരുത്, ബോധ്യപ്പെടുത്തി കൊടുക്കണം സ്നേഹത്തോടെ. തങ്ങൾ ആ കുട്ടി മൂത്രം ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഒന്നിങ്ങനെ എടുത്ത് പൊക്കിയിട്ട് അതിനൊന്ന് ചുംബിച്ചു. എന്നിട്ട് ആ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹയോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വെള്ളം കൊണ്ടുവന്നു ശരീരത്തിൽ അങ്ങനെ ഒഴിച്ചു. നമ്മളാണെങ്കിൽ എന്തെല്ലാം പറയും? നമ്മളെ മക്കളെ തന്നെ പറയില്ല, പുറത്തുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെ മക്കളും പേരക്കുട്ടികളൊക്കെ നമ്മളൊക്കെ കുറച്ചൊക്കെ നന്നാകാൻ സത്യത്തിൽ ഓരോരുത്തരുടെ മടിയിൽ കുട്ടികൾ അങ്ങനെ ഇടക്കിടക്ക് അങ്ങനെ മൂത്രയിക്കും. അപ്പോഴാണ് കുറച്ചൊക്കെ നമുക്ക് നന്നായി നമ്മുടെ ഗർവമൊക്കെ തീരാം. അല്ലപ്പോ അത് ചിന്തിച്ചാൽ ഇപ്പൊ ഇത്ര കേടൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ അങ്ങനെ കുറെ മൂത്രമൊഴിച്ചിട്ടും മറ്റൊക്കെ അല്ലേ എങ്ങനെ വലുതായത്. പിന്നെന്താ ആ കുട്ടിനെ കുറ്റം പറയാൻ? പേരക്കുട്ടി ഇങ്ങനെ മാറ്റിയിരിക്കുന്ന സമയത്ത് എവിടേക്ക് പോകാൻ വേണ്ടി മാറ്റിയിരിക്കാം. എല്ലാ അത്തറും തേച്ച് എല്ലാ മുടിയും ചെയ്യും ഒക്കെ റെഡിയാക്കി. അല്ല മിനിക്ക് ഡ്രസ്സാ, നല്ല ഡ്രസ്സിന്റെ വീട്ടിൽ പുതിയ തന്നെ നോക്കി ധരിച്ചതാ. അപ്പൊ കുട്ടി ഓടി വന്നു. കുട്ടീനെ എടുക്കാൻ നമുക്ക് താല്പര്യം. പക്ഷെ കുട്ടി പറഞ്ഞു എടുത്തേക്കണം. കുട്ടി കുശുമ്പ് ആയിട്ട് എടുക്കാൻ വേണ്ടി അങ്ങനെ പതുക്കെ എടുത്തൊന്ന് മടിയിൽ വെച്ചു. വെക്കുമ്പോ തന്നെ നമ്മളെ ധാരണ പടച്ചോലെ നമ്മളങ്ങോട്ട് വെച്ച് നല്ല ഇരിപ്പിടം കിട്ടിയപ്പോ, നല്ല റാഹത്തുള്ള വാസനയും മറ്റോ കിട്ടിയപ്പോ കുട്ടിക്ക് പിന്നെ റാഹത്തോടുകൂടെ ഒഴിവാക്കാൻ തോന്നി. ചീത്ത പറയരുത്, ആക്ഷേപിക്കരുത്, ഗുരുത്വക്കേടിന്റെ ശബ്ദങ്ങൾ ഉണ്ടാകരുത്, സ്നേഹത്തോടെ പെരുമാറണം. ആ കുട്ടിയെ പഠിക്കരുത്, ഒരിക്കലും ചെയ്യരുത്. താഴെ പ്രായമുള്ള ആളോടുകൂടെയാണ് സഹവാസമെങ്കിൽ അയാൾക്ക് നീ വഴി കാണിച്ചു കൊടുക്കേണ്ട ആളാണ്. റഹ്മത്തിന്റെ മനസ്സാണ് എപ്പോഴും വേണ്ടത്. എല്ലാവരോടും കൂടെ ഈ വിഷയം കൂടുതൽ ചിന്തിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വൈകാന ആലിമൻ, നിന്റെ കൂടെ ജീവിക്കുന്ന ആള് പണ്ഡിതനാണോ, ഫസ്ഹബുഹു ബിൽ ഖിദ്മതി വത്തഅദീം, നീ ആ പണ്ഡിതന് ഖിദ്മത്തുമായി കൂടണം, ആ പണ്ഡിതന് ബഹുമാനവുമായി കൂടണം. ഏതെങ്കിലും ഒരു ഖിദ്മത്തും ഒരു ബഹുമാനവും അല്ലാഹു നിന്റെ ഭാഗത്ത് നിന്ന് പരിഗണിച്ചാൽ
അത് കാരണമായിട്ട് നിനക്ക് വലിയ വിജയം കിട്ടും. അതുകൊണ്ട് ഖിദ്മത്തുമായി സഹവസിക്കണം. കൂടെയുള്ളത് പണ്ഡിതനാണെങ്കിൽ, ആലിമാണ്, നമ്മുടെ ഉസ്താദാണെന്ന് കൂട്ടിക്കോളും. പഴയകാലത്തെ ഉസ്താദാണ്, ഇന്ന് മൂപ്പർ ഉസ്താദല്ല. ഇന്ന് മൂപ്പർക്ക് ഫർണിച്ചർ വേണം. പിന്നെ അന്ന് മൂപ്പർ അങ്ങനെ പഠിപ്പിച്ചിരുന്നു. 10-15 കൊല്ലം മദ്രസയിൽ അങ്ങനെ പഠിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. നമ്മുടെ ഗുരുവര്യരാണ്, നമ്മുടെ ഗുരുനാഥനാണ്. പക്ഷെ ഇന്ന് ആ റോളിലല്ല ആള്. എന്നാലും നമുക്ക് ഗുരുവാണ്. നമ്മളവിടെ ചെയ്യേണ്ടത് ബഹുമാനമാണ്, ഖിദ്മത്താണ്. ഏത് നിലക്ക്? ഇപ്പൊ ഒരു ഫർണിച്ചറുകാരൻ എന്ന അർത്ഥത്തിലല്ല, നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഗുരുവര്യൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഖിദ്മത്തുമായിട്ടാണ് സഹവസിക്കേണ്ടത്. കൂടുള്ള ആള് വിവരം കുറഞ്ഞ ആളാണ്, ജഹാലത്ത് നല്ലോണം പറയും. എന്നാ അയാൾക്ക് നീ എങ്ങനെ അയാളോട് സഹവസിക്കേണ്ടത്? നീ അയാൾക്ക് ഒരു മാതൃകായോഗ്യനാകണം. നിന്നെ പകർത്താനും നിന്നെ പിൻപറ്റാനും പറ്റുന്ന രൂപത്തിലാകണം അയാളോടുള്ള സഹവാസം. നിന്റെ കൂടെ നിൽക്കുന്നത് സമ്പന്നനാണെങ്കിൽ നീ അയാളോട് സഹവസിക്കേണ്ടത് സുഹുദുമായിട്ടാണ്, ത്യാഗബോധവുമായിട്ടാണ് സഹവസിക്കേണ്ടത്. മതി 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 എന്ന ചിന്തയാണ് അപ്പൊ നിനക്ക് വേണ്ടത്. ഏറെ ഇങ്ങോട്ട് പോരട്ടെ എന്ന ചിന്തയാകരുത്. ഒരുപക്ഷെ അത് നിനക്ക് അലച്ചയുണ്ട് എന്ന് മറ്റൊരാൾക്ക് തോന്നാൻ കാരണമാകും. വൈകാന ഫഖീറൻ, കൂടെയുള്ളത് സാധുവാണെങ്കിലോ, അയാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടാകണം നിന്റെ സഹവാസം, ധർമ്മം ചെയ്തിട്ടാകണം സഹവാസം. വൈൻ സ്വഹിബത സൂഫിയാ, നല്ല സ്വഭാവവും നല്ല ദിക്റും ദായുമായി നടക്കുന്ന, ആവശ്യത്തിന് മാത്രം വാതുറക്കുന്ന, നല്ല ചിന്തയുമായി നടക്കുന്ന ഒരു സൂഫിയായ മനുഷ്യനാണ്. അയാളോടൊപ്പമാണ് നീ സഹവസിക്കുന്നതെങ്കിൽ നീ അവിടെ അയാൾക്ക് ഒതുങ്ങിക്കൊടുക്കുന്ന നിലപാട് സ്വീകരിക്കണം. കാരണം നിനക്ക് എന്തെങ്കിലും ഖൈർ അയാൾ ഉദ്ദേശിച്ച് ദുആ ചെയ്യാനാണ്. അപ്പൊ ജനങ്ങളോടുള്ള പെരുമാറ്റം നന്നാക്കണം എന്നീ ആയത്തിന്റെ ഗുണപാഠത്തിൽ നിന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ ഗുണപാഠം ദമ്മുൽ ജഹിലി വമദ്ഹുൽ അഖ്ൽ വൽ ഇൽം. അറിവില്ലായ്മ എപ്പോഴും ആക്ഷേപത്തിന് വകവെക്കുന്ന ഒരു കാര്യമാണ്. അറിയണം, അറിവ് സംഭരിക്കണം, അതിനെപ്പോഴും മഹത്വം. അതുകൊണ്ടാണ് ഇവിടെ ആക്ഷേപിച്ചത് കണ്ടില്ലേ? എല്ലാ കാലത്തും ആ വിളിച്ച ആളുകളുടെ പേരിൽ ഒരാക്ഷേപം, അക്തറുഹും ലാ യഖിലൂൻ. ആ വിളിച്ച ആൾക്കാര് വിവരമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ അവര് വിവരമില്ലാത്തവരാണെന്ന് എന്നും നമ്മൾ അങ്ങനെ ഓതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, പുറത്തു വന്നു വിളിച്ച ആളുകളുടെ ശല്യം കാരണം തങ്ങൾ പറഞ്ഞു, അവര് ഈ സമൂഹത്തിൽ ദജ്ജാലിനോട് കൂടുതൽ ഏറ്റുമുട്ടുന്ന ആളുകളാണ് എന്നതുകൊണ്ട് ഞാൻ അവർക്കെതിരെ ദുആ ചെയ്യുന്നില്ല. ബനൂ തമീം ഗോത്രക്കാരിലെ സംസ്കാരം കുറഞ്ഞ ആളുകളാണ് വന്ന് വിളിച്ചത്. തങ്ങൾ പറഞ്ഞു, ലൗലാ അന്നഹും മിൻ അശദ്ദിന്നാസി ഖിതാലൻ ലിൽ അഅവരി ദജ്ജാലി ലദഅഉതുല്ലാഹ അൻ യുഹ്ലികഹും. ഇവര് എന്ന് പറഞ്ഞാൽ ഇവരുടെ പരമ്പരയിൽ വരുന്ന ആളുകൾ അതേ ദജ്ജാലിനോട് ഏറ്റുമുട്ടാൻ ശക്തിയുള്ള ആളുകളാണ് എന്നത് കൊണ്ട് ഞാനിപ്പോൾ അവർക്കെതിരെ ദുആ ചെയ്യുന്നില്ല. എന്നാലും ഈ ആക്ഷേപം അവിടെ ബാക്കി വന്നല്ലോ. അക്സറുഹും ലാ യഖിലൂൻ. മനുഷ്യന് ബുദ്ധി വേണം, ഇൽമു വേണം, അതിനാണ് മഹത്വമുള്ളത്. അതേ ബുദ്ധി എന്ന് പറയുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ബുദ്ധി അളക്കാൻ പറ്റും അവന്റെ സംസാരം നോക്കിയാൽ. ലിസാനുൽ അഖ്ലി ഫീ ഖൽബിഹി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബുദ്ധിയോടെ സംസാരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ലിസാൻ, ബുദ്ധിമാന്റെ ലിസാൻ അയാളെ ഖൽബിലാണ്. ഖൽബി കൊണ്ട് ശരിക്ക് ചിന്തിച്ച് പറയാൻ പറ്റിയതേ പറയൂ. വഖൽബുൽ അഹ്മഖി ഫീ ഫമിഹി. ബുദ്ധിയില്ലാത്ത മൂടന്റെ പൊട്ടന്റെ കൽബോ അവന്റെ തൊള്ളയിലാണ്. തൊള്ളയിൽ എന്താണോ വരുന്നത് അവനത് പാടിക്കൊണ്ടിരിക്കും. അതേ വൽ അദബു സൂറത്തുൽ അഖ്ൽ. ബുദ്ധിയുടെ ശരിക്കുള്ള ചിത്രം പകർത്തി തരുന്ന വിഷയം അത് അദബാണ്. വലാ ശറഫ മഅസൂഇൽ അദബി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊരുത്തക്കേടോടുകൂടെ ഒരു മഹത്വവും ഇല്ല. സൂഖുൽ അദബ് ഒരാൾ കാണിച്ചാൽ അതിന് ശ്രേഷ്ഠതയില്ല. പൊരുത്തക്കേട് കാണിക്കരുത്.
വിവരക്കേടിനേക്കാൾ വലിയ ഒരു രോഗവുമില്ല. ഏറ്റവും വലിയ രോഗം വിവരക്കേടാണ്. ബുദ്ധിപൂർണമാണോ സംസാരം കുറയും. പാകത്തിനെ സംസാരിക്കൂ. അതുകൊണ്ട് ഇവിടെ ശരിക്കും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പറയുന്ന വിഷയവും ചോദിക്കുന്ന വിഷയവും അള്ളാഹു പൊരുത്തപ്പെടുന്ന തരത്തിലാകണം. ഇവരെ ഈ വിളിയുമായി ബന്ധപ്പെട്ട് ഖുർആൻ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ഗുണപാഠങ്ങളാണ്. അതിൽ അവസാനം പറയുന്ന ഒരു കാര്യം പറയട്ടെ. ഇസ്മായിൽ ബറൂസവി തങ്ങൾ പറയുന്നു, വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം എന്ന ആയത്തിന്റെ രഹസ്യം നീ ഒന്ന് ആലോചിക്കണം. ഇവിടെ പറഞ്ഞെന്താ? തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് വരെ എത്ര ടൈമാണെങ്കിലും ക്ഷമിച്ച് സഹിച്ച് ആ വരവും കാത്തു നിൽക്കണമെന്നല്ലേ? ഇസ്മായിൽ ബറൂസവി തങ്ങൾ പറയുന്നു, സബബുൻ നുസൂലിലേക്കൊന്നും നീ നോക്കണ്ട. രണ്ടാമത്തെ ഒരു കാര്യം നിന്നോട് പറഞ്ഞു തരട്ടെ. ഇനി തങ്ങൾ പുറപ്പെടാനുള്ള ഒരു നേരം ഉണ്ട്. അത് ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരാനുള്ളൊരു നേരമാണ്. ആ നേരം നീ ശരിക്ക് പരിഗണിക്കണം. അതുവരെ നീ ക്ഷമിച്ചു കഴിയണം. തങ്ങളോടൊപ്പം ചേരാൻ വേണ്ടി നീ ക്ഷമയോടെ ജീവിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഇസ്ബിറൂ ഹത്താ തൽഖൗനി അലൽ ഹൗദ്. ഹൗദിന്റെ സമീപത്ത് എന്നെ കാണുന്ന ഒരു സമയം വരുന്നത് വരെ നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് നീങ്ങും. ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾ കാണും, വിഷമങ്ങൾ കാണും, ഈമാനും അമലും ഒക്കെ തകരുന്ന കാര്യങ്ങൾ കാണും. പക്ഷേ ക്ഷമയോടെ വർത്തിക്കണം. ഹൗദിന്റെ അടുത്ത് എന്നെ കാണാൻ പറ്റുന്ന ഒരു സമയം വരുന്നത് വരെ നിങ്ങൾ ക്ഷമയോടെ കാണണം. ഇസ്മായിൽ ബറൂസവി തങ്ങൾ പറയുകയാണ്, വലൗ അന്നഹും സബറൂ എന്ന ആയത്തിന്റെ രഹസ്യത്തിലേക്ക് നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. വല്ലാത്തൊരു രഹസ്യം അവിടെയുണ്ട്. ഇനി തങ്ങൾ പുറത്തു വരുന്ന മറ്റൊരു സന്ദർഭം ഇല്ലേ? ഉണ്ട്. അത് ഭൂമിയുടെ ഉൾഭാഗത്തിൽ നിന്ന് പുറത്തു വരുന്ന സന്ദർഭമാണ്. എന്നിട്ടോ ഖിയാമത്ത് നാളിൽ വന്നിട്ട് ശഫാഅത്തിന്റെ കവാടം തുറക്കും. അതെ, ആ ശഫാഅത്തിന്റെ കവാടം തുറക്കുമ്പോ നിനക്ക് പരിസരത്ത് എത്താൻ കഴിയണം. എല്ലാ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അമ്പിയാക്കൾ അടുത്തേക്ക് പോയവരെല്ലാവരും അവസാനം തങ്ങളുടെ അടുത്തേക്ക് മടങ്ങുമ്പോ ലക്ഷ്യം എല്ലാവരും ഒരു ലക്ഷ്യത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എത്താനാണ്. എന്നാൽ നീയും ക്ഷമയോടെ ജീവിച്ചിട്ട് തങ്ങൾ അടുത്തെത്തണം. അതിനൊരു ഹദീസും പറയുന്നുണ്ട്, അന അവ്വലുൽ ആദമ ഖുറൂജൻ ഇദാ ബുഇതു. ജനങ്ങളെ എഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ആദ്യം പുറത്തു വരുന്ന ആൾ ഞാനാണ്. ആദം സന്തതികളിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ആൾ ഞാനാണ്. എല്ലാവരോടും എഴുന്നേൽക്കാൻ പറയുമ്പോ വഅന ഖായിദുഹും ഇദാ വഫദൂ. എല്ലാവരും ഖിയാമത്ത് നാളിലേക്ക് ഇങ്ങനെ സംഘമായി വരുമ്പോ അവരുടെ നേതൃസ്ഥാനത്തുള്ള ആള് ഞാനാണ്. മിണ്ടാതിരിക്കാൻ അവരോട് ഉണർത്തപ്പെട്ടാൽ അവിടെ സംസാരിക്കുന്ന ആള് ഞാൻ മാത്രമാണ്. ഇനി നിരാശ, ഇനി ഖിയാമത്ത് നാൾ ഒരു രക്ഷയില്ല എന്ന് കരുതുമ്പോ ഞാനാണ് അവരോട് ആദ്യമായി സന്തോഷം പറയുന്ന ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ അവർക്ക് സന്തോഷം അറിയിച്ചു കൊടുക്കും. വഅന ശഫീഉഹും ഇദാ ഹുശുറൂ. അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊടുത്താൽ റെക്കമെൻഡ് ചെയ്യുന്ന ആളും ഞാനാണ്. ലിവാഉൽ കറമി ബിയദി. ലിവാഉൽ കറം, ബഹുമാനത്തിന്റെ പതാക എന്റെ മക്കളാണ് അല്ലാഹു തരുന്നത്. ആദം സന്തതികളിൽ ഞാനാണ് ഏറ്റവും വലിയ ആദരവുള്ള ആള്. എന്റെ സമീപത്ത് ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കും അൽഫു ഖാദിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹ്ശറിലുള്ള ഖാദിമീങ്ങളെ എണ്ണാ പറഞ്ഞത്. അൽഫു ഖാദിം, 1000 ഖിദ്മത്തെടുക്കുന്ന ആളുകൾ. കന്നഹും ലുഅ്ലുഉം മക്നൂൻ, ചിപ്പിക്കകത്ത് സൂക്ഷിച്ച മുത്തുകളെ പോലെ സൗന്ദര്യമുള്ള, കാണാൻ നല്ല അഴകുള്ള ഖാദിമീങ്ങൾ 1000 എണ്ണം എന്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എല്ലാ സ്ഥലത്തും ഒന്നാമത് എത്തുന്ന ആളല്ലേ?
ഇമാം ഇസ്മായിൽ ബറൂസവി തങ്ങൾ പറയുന്നത് ഖബറിൽ നിന്നുള്ള ഒരു പുറപ്പാടും ഇനി വരാനുണ്ട്. ഹത്താ തഖ്റുജ ഇലൈഹിം, അവരിലേക്ക് തങ്ങൾ പുറപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ പുറപ്പാട് മാത്രം കൂട്ടണ്ട, പരലോകത്തിലേക്കുള്ള പുറപ്പാടും കൂട്ടിക്കോളും. ആ പുറപ്പാടിലും നമുക്കവിടെ രക്ഷ ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ നിൽക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റൂമിന്റെ പുറത്ത് വന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ആക്രോശിച്ച് വിളിച്ചിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ഹൂദ് നബി അലൈഹിസ്സലാമിനെയും ശുഐബ് നബി അലൈഹിസ്സലാമിനൊക്കെ ജനത എത്ര രൂപത്തിൽ വിളിച്ചിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾക്ക് വേണ്ട അതിഥികൾ ആ വീട്ടിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് വാതിൽ ചവിട്ടി പൊളിച്ചിട്ട തന്റെ ജനത ഉള്ളിലേക്ക് ആക്രോശിച്ചു വന്നത്. പക്ഷേ ഉള്ളിലേക്ക് എത്തുന്ന നേരം അവരെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു മാറ്റി എന്നത് മറ്റൊരു വിഷയം. وَلَقَدْ رَاوَدُوهُ عَنْ ضَيْفِهِ فَطَمَسْنَا أَعْيُنَهُمْ فَذُوقُوا عَذَابِي وَنُذُرْ. നമ്മളയച്ച ഗസ്റ്റ്, നമ്മളയച്ച അതിഥികളെ അനാവശ്യ വിഷയത്തിന് താല്പര്യപ്പെട്ടവര് മുന്നോട്ട് വന്നപ്പോൾ അവരുടെ കണ്ണിന്റെ കാഴ്ച നാം പിഴുതെടുത്ത് കളഞ്ഞു. എത്രത്തോളം അവർ പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാമിനോട്, ലൂത്തേ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും. ലൂത്ത് നബി അലൈഹി സ്വലാം സങ്കടം കൊണ്ട് പറഞ്ഞില്ലേ, ലൗ അന്നലീ ബികും ഖുവതൻ ഔ ആവീ ഇലാ റുക്നിൻ ശദീദ്. എനിക്ക് കുടുംബക്കാരായി പരിഗണിക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലില്ലല്ലോ. ഞാൻ മറ്റൊരു സ്ഥലത്ത് കുടുംബമുള്ള ആളാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ വന്ന് കല്യാണം കഴിച്ചു എന്നൊരു ബന്ധമേ ഉള്ളൂ. ലൗ അന്നലീ ബികും ഖുവതൻ, നിങ്ങളിൽ എനിക്ക് നല്ലൊരു ഫലമുണ്ടെങ്കിൽ ഞാൻ ആ ഫലം പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുമായിരുന്നു. ഔ ആവീ ഇലാ റുക്നിൻ ശദീദ്, ശക്തമായ ഒരു അവലംബം അഥവാ കുടുംബം നെടുംതൂണുകളായി എനിക്കുണ്ടെങ്കിൽ നിങ്ങളെ എതിർക്കാൻ അവർ മതിയാകുമായിരുന്നു. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇർഹമില്ലാഹു ലൂത്താ, ലൂത്ത് നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആ പ്രശ്നസന്ധിയിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മഹാനവറുകൾ ആശിച്ചുപോയി. എന്തെല്ലാം ആക്രോശം നടത്തിയത്. ശുഐബ് നബിയോടൊക്കെ അവർ എത്രയാ പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷയം പറയാൻ വീട്ടിന്റെ മുറ്റത്ത് വന്ന്, റൂമിന്റെ മുറ്റത്ത് വന്ന് വിളിച്ചപ്പോഴേക്ക് അല്ലാഹു പറഞ്ഞു, ആ വിളി ഇനി നടക്കൂല, ഇനി മേലാൽ നടക്കൂല. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാതി അക്സറുഹും ലാ യഅഖിലൂൻ. മുറികൾക്ക് പിന്നിൽ വന്ന് പിറകിൽ വന്ന് തങ്ങളെ വിളിക്കുന്നവർ അവര് ബുദ്ധിയില്ലാത്തവരാണ് നബിയേ. അവരിൽ അധിക പേരും കുറച്ചാളുകളെ മാറ്റിവെച്ചിട്ടുണ്ട്. വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം, അവരിലേക്ക് തങ്ങൾ പുറപ്പെടുന്നത് വരെ അവർ ക്ഷമയോടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതവർക്ക് കൂടുതൽ ഉചിതമാകുമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ ബഹുമാനത്തിന്റെ തലങ്ങൾ സ്വീകരിക്കേണ്ട സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളോടുള്ള സഹവാസവും ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ മഹാന്മാര് പഠിപ്പിച്ചത് നാം വായിച്ചു. ആ അതവോടുകൂടി പെരുമാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആലിമീങ്ങൾക്കൊക്കെ ഖിദ്മത്തെടുത്തിട്ട് വെറുതെ ആകുന്ന ആരും കരുതണ്ട. അതിനൊക്കെ നല്ല ഖനമുള്ള കൂലി കിട്ടും, നല്ല ശറഫുള്ള പ്രതിഫലം കിട്ടും. ഓരോരുത്തരോടും എങ്ങനെയാണോ നമ്മുടെ സുഹബത്ത്, നേരത്തെ പറഞ്ഞത് പണ്ഡിതന്മാര് പഠിപ്പിച്ചത് വ്യത്യസ്ത ലെവലിലുള്ള ആളുകളാണ്. എല്ലാവരോടും ഒരേ രൂപത്തിലല്ല, അതേ രൂപത്തിൽ ബഹുമാനം പാലിക്കേണ്ടിടത്ത് അങ്ങനെ, ശിക്ഷണം കൊടുക്കേണ്ടിടത്ത് അങ്ങനെ, ത്യാഗം ചെയ്യേണ്ടിടത്ത് അങ്ങനെ, വിവരം കെട്ട ആളോട് മാപ്പ് കൊടുക്കേണ്ടിടത്ത് അങ്ങനെ, അങ്ങനെ പെരുമാറിയിട്ട് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ഉള്ള ആളുകളോട് ബഹുമാനവും മതവും പാലിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഖൈർ ചെറുതൊന്നുമല്ല. ഉസ്താദുമാർക്ക് ഖിദ്മത്തെടുക്കുന്ന ആളുകൾ അവര് ഒരു നിലക്കും കുറവുള്ളവരല്ല, ഭാഗ്യവാന്മാരാണ്, മഹാഭാഗ്യവാന്മാരാണ്.
അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു എന്ന വലിയൊരു പണ്ഡിതൻ തമ്മീദ് എത്തുന്ന കാലം മുതൽക്ക് തഹജ്ജുദ് നിസ്കരിച്ചു തുടങ്ങിയ മഹാനാണ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. ഞാൻ ആ ചരിത്രത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. തമ്മീസായ കാലം മുതൽക്ക് തഹജ്ജുദ് നിസ്കരിച്ചു തുടങ്ങിയ മഹാനാണ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. പ്രായപൂർത്തി എത്തിയ മുതൽക്കല്ല, തമ്മീസായത് മുതൽ. കുട്ടിനെ ഓതാൻ വേണ്ടി വാപ്പ ഉസ്താദിന്റെ അടുത്ത് കേൾപ്പിച്ചു ഖുർആൻ പഠിപ്പിക്കാൻ. ഖുർആൻ ഇങ്ങനെ പഠിച്ച് സൂറത്തുൽ മുസമ്മിൽ ഓതുമ്പോ ആ മുസമ്മിൽ സൂറത്തിന്റെ വ്യാഖ്യാനങ്ങളും തഫ്സീറൊക്കെ ഉസ്താദ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിലെ അവസാനത്തെ ആയത്തും കേട്ടിട്ട് അബൂ യസീദുൽ ബിസ്താമി എന്ന ചെറിയ മോൻ വീട്ടിൽ വന്നിട്ട് ഉപ്പാനോട് ചുപ്പാ സൂറത്തുൽ മുസമ്മിലാണ് ഇന്ന് പഠിച്ചത്. അതിന്റെ ലാസ്റ്റ് ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വതുലുസാ. ഓ നിങ്ങൾ രാത്രിയുടെ 2 ഭാഗത്ത് അല്ലെങ്കിൽ പകുതി ഭാഗത്ത് അല്ലെങ്കിൽ 1/3 ഭാഗത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് നിങ്ങളുടെ റബ്ബ് അറിയുന്നുണ്ട്. ആ നിസ്കരിക്കുന്ന ആള് ആരാണെന്ന് ചോദിച്ചു കുട്ടി. അപ്പൊ ഉപ്പ പറഞ്ഞു, മോനെ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടിന്റെ അടുത്ത ചോദ്യം, എന്താ തങ്ങൾ ചെയ്യും പോലെ നിങ്ങൾ ചെയ്യാത്തത്? ചെറിയ കുട്ടി ചോദിക്കാണ്. രാത്രിയുടെ 2 ഭാഗം അല്ലെങ്കിൽ 1/3 ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗത്ത് നിന്ന് നിസ്കരിക്കുന്നത് റബ്ബറിയുന്നുണ്ട് എന്ന് പറഞ്ഞ നിബിധങ്ങളെ പറ്റിയല്ലേ ഉപ്പ? ആ തങ്ങൾ ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യാത്തത്? ഉപ്പ പറഞ്ഞു, മോനെ അത് നമ്മെ കൊണ്ടൊന്നും എപ്പോഴും സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ഖുസൂസിയത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷതയാണ്. എല്ലാവർക്കും എപ്പോഴും അതിന് കഴിഞ്ഞോളണമെന്നില്ല. അത് കേട്ടിട്ട് കുട്ടി അങ്ങ് ക്ഷമയോടൊന്നൊന്നുമില്ല. കുട്ടി പറഞ്ഞു, ആ ആയത്തിന്റെ തൊട്ടു ബാക്കിൽ ഇപ്പൊ ഓതിയതിന്റെ ബാക്കിൽ തങ്ങൾ മാത്രമല്ല അങ്ങനെ നിസ്കരിക്കുന്നത്, നിങ്ങളോടൊപ്പമുള്ളൊരു വിഭാഗവും അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. 2/3 ഭാഗം നിസ്കരിക്കുന്നുണ്ട്, പകുതി ഭാഗം നിസ്കരിക്കുന്നുണ്ട്. ഇശാ അല്ല തഹജ്ജുദാണ്, 1/3 ഭാഗം നിസ്കരിക്കുന്നുണ്ട്. ഉപ്പാ ആ ത്വായിഫത്ത് ആരാ? പാപ്പ പറഞ്ഞു, മോനെ ഹും അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാരാണ്, സഹാബിമാരാണ്. കുട്ടിന്റെ അടുത്ത ചോദ്യം, ഫലിമലം തഫ്അൽ കമാ ഫഅലൂ. സ്വഹാബത്ത് ചെയ്തതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇനി അതും പ്രത്യേകതയെന്ന് പറയാൻ നോക്കില്ലല്ലോ. ഒന്നാമത്തേനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്താണ് വാപ്പ പറഞ്ഞു. സ്വഹാബത്തിന്റെയും ഖുസൂസിയത്താന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ഖുസൂസിയത്തിന് പ്രത്യേക മാനദണ്ഡമല്ലല്ലോ. വാപ്പ പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ ചെയ്യാം മോനെ. ആ കുട്ടി മുസമ്മിൽ സൂറത്ത് എന്നാണോ ഉസ്താദിൽ നിന്ന് പഠിച്ച് റെഡിയായത്, അന്നാണ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഉപ്പ തഹജ്ജുദ് നിസ്കാരം. അങ്ങനെ നിസ്കരിച്ച് ഒരു രാത്രി അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ പറഞ്ഞു, നമുക്ക് നിസ്കരിക്കണം. ചെറിയ വയസ്സാ, പക്ഷെ ബാപ്പ പറഞ്ഞു, മോനെ ചെറിയ പ്രായല്ലേ, കുട്ടി അവിടെ കിടന്നു, സുബീവാൻ കൊടുത്തിട്ട് നീച്ചാ മതി. പക്ഷെ കുട്ടി വിട്ടില്ല, എനിക്ക് നിസ്കരിക്കണം ബാപ്പ. പിന്നെയും ഇങ്ങനെ പറഞ്ഞപ്പോ അവസാനം കുട്ടി പറഞ്ഞു, ഈ പ്രായത്തിൽ നിസ്കരിക്കാൻ മോഹണ്ടായിട്ട് എന്നെ തടഞ്ഞത് നിങ്ങളാണെന്ന് ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് പറയും. അതിന് ഞാനല്ല മോനെ എണീറ്റ് നിസ്കരിച്ചു. അവിടെ വെച്ച് എന്നെ തടഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് സഹിക്കൂല. മോൻ എണീറ്റ് നിസ്കരിച്ച മോനെ. ആ തമ്മീസിന്റെ കാലം തൊട്ട് തഹജ്ജുദ് നിസ്കരിച്ചു തുടങ്ങിയ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ചെറിയ പണ്ഡിതനല്ല. ആ അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ഖാദിമായ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. ഖാദിമായ ഒരു ശിഷ്യൻ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ എവിടേക്ക് പോകുമ്പോഴും ബാഗ് കയ്യിൽ പിടിക്കും, മഹാനവറുകളെ കിതാബ് തോളിലേറ്റും, അവിടുത്തെ എന്തെങ്കിലും ഭാരങ്ങൾ ചുമക്കാനുണ്ടെങ്കിൽ ചുമക്കും. അങ്ങനെ നടക്കുന്ന ആ ശിഷ്യൻ മുഴുസമയവും ദർസിൽ പങ്കെടുക്കുന്ന ആളല്ല, പക്ഷേ മുഴുസമയവും ഖാദിമാണ്. ഖിദ്മത്തെടുക്കുകയാണ്, ഉസ്താദിന്റെ കൂടെ നടന്ന് ഖിദ്മത്തെടുക്കുകയാണ്. ഈ ശിഷ്യനും
മറ്റു രണ്ട് കൂട്ടുകാരും കൂടി ഒരു ദിവസം വർത്തമാനം പറയുന്നതിന്റെ ഇടയ്ക്ക് അവര് ഖബറിനെ പറ്റി ചർച്ച ചെയ്തു. അവർ ചർച്ചയിൽ എങ്ങനെ വരാം? അവർ ചർച്ചയിൽ പിന്നെ വേറെ വരാനല്ലോ, പരലോകം നന്നായി കടന്നു വരും. അപ്പൊ ഒരു ദിവസം ഖബറിനെ പറ്റി ഇങ്ങനെ മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഈ ഖിദ്മത്ത് എടുക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ഒരു പേടിയില്ല. മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം വന്നാൽ ചങ്കൂറ്റത്തോടെ മറുപടി പറയും. നിങ്ങളെ മുന്നിൽ ഞാൻ മരിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് കാത് വെച്ച് കേട്ടോണ്ട് ഞാൻ പറയുന്നത് കേൾക്കാമോ? സുയൂത്തി റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ് ആ പറച്ചിൽ നിങ്ങൾ ആലോചിച്ചു? ഏതിന്റെ പിൻബലമാണ് ഈ ചെറുപ്പക്കാരുള്ളത്? ഒന്നാണുള്ളത്, നല്ല ബഹർ പോലെ നിറഞ്ഞു നിൽക്കുന്ന മഹാപണ്ഡിതനായ വലിയായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ നടന്നൊരു വിഷയ പറയാനുള്ളത്. വേറെന്താ പറയാനുള്ളത്? മഹാപണ്ഡിതനൊന്നുമല്ല, പക്ഷെ ആ മഹാപണ്ഡിതന്റെ പിന്നാലെ നടന്ന് ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്. അവിടെയാണ് ഉമ്മമാരെ നമ്മൾ പ്രതീക്ഷയോടെ പല ഖിദ്മത്തുകളും കാണുന്നത്. അള്ളാഹു കബൂലാക്കി തരട്ടെ. ആ ഖിദ്മത്തുകൾക്ക് അള്ളാഹു വലിയ ഫലം തരട്ടെ. മുതല്ലിമുകളെ വളർത്തുന്നതിൽ, ഹാഫിദുകളെ വളർത്തുന്നതിൽ, ഉസ്താദുമാരെ വളർത്തുന്നതിൽ, നല്ല നല്ല പഠിതാക്കൾക്ക് ജന്മം കൊടുക്കുന്നതിൽ നമ്മൾ കൊടുക്കുന്ന ചെറുതും വലുതും ഖിദ്മകൾ മുഴുവനും അള്ളാഹു നമുക്ക് സന്തോഷത്തിന് വകയാക്കി തരട്ടെ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് പറഞ്ഞതുപോലെ ആദ്യം മരിച്ചത്. ആ പറഞ്ഞതുപോലെ തന്നെ നടന്നും ചെയ്തു. അപ്പൊ മറ്റേ രണ്ട് കൂട്ടുകാരും പറഞ്ഞു, നമ്മളോട് പറഞ്ഞിട്ടില്ല മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ ചോദ്യം ചോദിക്കുമ്പോ ഞാൻ ഉത്തരം പറയുന്നത് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഖബറിന്റെ അടുത്ത് വന്ന് കാത് വെച്ച് നോക്കിയോളൂ, നിങ്ങൾ കേൾക്കുന്നതല്ല. നമ്മൾ പോയാലോ? ഒരാൾ മറ്റാളോട് ചോദിച്ചു, പോകാന്ന് പറഞ്ഞു. അവര് പോയി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് കെട്ടുകഥ പറയുകയല്ല. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് അവർ പോയിട്ട് എല്ലാവരും പിരിഞ്ഞ ഉടനെ ഖബറിന്റെ സമീപത്ത് അവിടെ നിന്നു, ശരിക്ക് കാതുകൂർപ്പിച്ചു നിന്നു. അതാ സലാം മടക്കുന്നു, സലാം മടക്കുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ചോദ്യോത്തരം തുടങ്ങുകയാണ്. ചോദ്യോത്തരങ്ങൾ ഇങ്ങനെ മൻറബ്ബുക എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ തുടങ്ങുമ്പോ ഖബറിൽ കിടക്കുന്ന അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ശിഷ്യൻ ചോദിക്കുന്ന എന്താണെന്നറിയോ? അതസ്അലാനീ വഖദ് ഹമൽതു ഫർവത അബീ യസീദിൻ അലാ ഉലുഖി. എന്നോട് ചോദിക്കാനാണോ നിങ്ങൾ വന്നത്? അബൂ യസീദുൽ ബിസ്താമി എന്നൊരു പണ്ഡിതനെ നിങ്ങൾക്കറിയൂലേ? ആ പണ്ഡിതന്റെ ഭാണ്ഡം പേറി നടന്ന പെരടിയാണിത്. അവിടുത്തെ കിതാബ് കെട്ട് ഒരുപാട് ഈ പെരടിയിൽ ചുമന്ന് ഞാൻ നടന്നിട്ടുണ്ട്. അവിടുത്തെ തുണിത്തരങ്ങൾ എന്റെ കയ്യിൽ പിടിച്ച് ഞാൻ നടന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണോ? പിന്നെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷം പറയുന്നതാണ് പുറത്തിരിക്കുന്ന കൂട്ടുകാർ കേൾക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് ബഹുമാനവും ഖിദ്മത്തും തഅലീമും അത് വെറുതെ ഒരു കളിയല്ല, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ആ തരത്തിൽ തന്നെ അല്ലാഹു ഖബൂലാക്കി തരട്ടെ. സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ ആയത്തിലെ വിഷയം അതിന്ന് പറയാതെ പോയാൽ നമുക്ക് സമയം കിട്ടൂല. യാ അയ്യുഹല്ലദീന ആമനു, മൂന്നാമത്തെ വിളിയാണ്. 2 യാ അയ്യുഹല്ലദീന ആമനു കഴിഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഉ. ഓ മുഅ്മിനുകളെ, നിങ്ങളുടെ സമീപത്ത് ഒരു ഫാസിഖ് വന്നാൽ, ഫാസിഖ് ആരാന്ന് പറയാം? ബിനബഇൻ, ഒരു വാർത്തയുമായിട്ടൊരു ഫാസിഖ് വന്നു. ഫതബയ്യനു, ആ വാർത്ത അപ്പടി നിങ്ങൾ വിശ്വസിക്കരുത്, വിവരം തേടണം, അതിനെപ്പറ്റി നന്നായി അന്വേഷിക്കണം. ആര് പറയുന്നതും അങ്ങനെ അങ്ങ് സ്വീകരിക്കരുത്. പറയുന്ന ആള് ഫാസിഖ് എന്നല്ലേ അല്ലാഹു പറഞ്ഞത്. അപ്പോൾ അവനെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസാണ്. അവൻ ഒരു വാർത്തയുമായിട്ട് വന്നാൽ നിങ്ങളത് ശരിക്ക് വിശ്വസിക്കുകയും ചെയ്യരുത്, മറ്റുള്ളവരോട് പറയുകയും ചെയ്യരുത്. ഫതബയ്യനൂ, നിങ്ങളതിന്റെ വിശദീകരണം തേടണം. അൻ തുസീബൂ ഖൗമൻ ബിജഹാല, ഒരു വിഭാഗത്തിന് നിങ്ങൾ വിവരക്കേട് വരുത്തി വെക്കുന്നതിന്റെ മുമ്പ്
ഒരു വിഭാഗത്തെപ്പറ്റി നിങ്ങൾ വിവരക്കേട് വിശ്വസിക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ ഫതുസ്ബിഹു, പിന്നീട് നിങ്ങളായിത്തീരും അലാമാ ഫഅൽതും നാദിമീൻ. ഈ ഫാസിഖ് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ അങ്ങ് സ്വീകരിച്ച് നടന്നാൽ ആ വിശ്വസിച്ചതിന്റെ പേരിൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ഇൻജാഅകും ഫാസിഖ്. പല വാർത്തകളും വർത്തമാനങ്ങളും കേൾക്കുന്നവരാണ് നാം, വായിക്കുന്നവരാണ് നാം. ഉപകരണത്തിലൂടെ വരുന്നത് മുഴുവനും ആമന്ന സല്ലന്ന എന്ന് പറയാനുള്ള ആളുകളല്ല നാം. കണ്ടതും കേട്ടതും മുഴുവനും സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല നാം. അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ, നമ്മളോടാ, മുഅ്മിനുകളെ, ഈമാനിന്റെ സൂക്ഷിപ്പുകാരെ, ഇൻജാഅകും ഫാസിഖും ബിനബഇ, വിശ്വസിക്കാൻ കൊള്ളാത്ത ആള്, പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റാത്ത ആള്, ഈമാനികമായ വിഷയത്തിൽ സംശയമുള്ള ആള്. ഫാസിഖ് എന്നതിന് സാങ്കേതികമായ ഭാഷ പറഞ്ഞാൽ മനിർതകബ ദംബൻ അദീമൻ വലം യതുബ് മിൻഹു ഔ അസറ അലാ ഇസ്റാരി സഗീറാ. വലിയ കുറ്റം ചെയ്തിട്ട് അതിൽ നിന്ന് മടങ്ങാത്ത മനുഷ്യൻ, അല്ലെങ്കിൽ ചെറുദോഷം അങ്ങനെ ചെയ്തുകൊണ്ട് സജീവമായി മുന്നോട്ട് പോകുന്ന മനുഷ്യൻ, അതത്ര ഒരു വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. രണ്ടാലൊന്ന്, രണ്ടും കൂടി വേണമെന്നല്ല, രണ്ടാലൊന്ന്. അങ്ങനെയുള്ളവനാണ് ഫാസിഖ് ശറഇന്റെ ഭാഷയിൽ. ആ ഫാസിഖിനോടാണ് തുടരാൻ പാടില്ലാന്നും സലാം പറയാൻ പാടില്ലാന്നും രോഗിയായാലും അവനെ പോയി കാണാൻ പാടില്ലാന്നൊക്കെ ദീന് നിർദ്ദേശിച്ച ഫാസിഖ് അവനാണ്. മുബത്തദീന് മാത്രം നല്ലട്ടോ കുഴപ്പം, ഫാസിഖിനും കുഴപ്പമുണ്ട്. ഫിസ്കിന്റെ ഒരു ചർച്ച, തുറന്ന ഒരു ചർച്ച പിന്നീട് വരുന്നത് കൊണ്ട് ഞാനിപ്പോ അതിന്റെ ആ സാങ്കേതികമായ ഭാഷ മാത്രം പറഞ്ഞ് ബാക്കിയുള്ള വിവരങ്ങൾക്ക് പോകും. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാള് നിങ്ങളോട് വന്നിട്ടൊരു വിവരം നൽകിയാൽ അവന്റെ ആ വർത്തമാനത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. പത്രക്കാരൻ എഴുതിയില്ലേ, നമ്മളെങ്ങനെ സ്വീകരിക്കാതിരിക്ക എന്ന് ഒറ്റടിക്ക് പറയണ്ട. എഴുതിയവൻ പലതും തിരുത്തി എഴുതിയിട്ടുണ്ട്, പലപ്പോഴും തിരുത്തി എഴുതിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വന്നതൊക്കെ അങ്ങ് ആമന്നാ സല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കരുത്. ഒരിക്കലും ഒരു വാർത്ത ഉപകരണത്തിലൂടെ വരുമ്പോ ഹഖായ പിൻബലമില്ലാതെ ആരും സ്വീകരിക്കാൻ പാടില്ല. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആള് എന്ന് വ്യക്തമായി തിരിയുന്നത് വരെ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ തിരിയാനൊന്നും നിങ്ങൾ ഒരുക്കമില്ലെങ്കിൽ നിങ്ങൾ അതങ്ങ് ഒഴിവാക്കി കളയണം. മനസ്സിൽ നിന്നും ഒഴിവാക്കണം, ഉപകരണത്തിൽ നിന്നും ഒഴിവാക്കണം. അതിന്റെ പിന്നാലെ പിന്നെ നിങ്ങൾ ചൊറിഞ്ഞുകൂടരുത്. മറ്റുള്ളവർക്കത് ഷെയർ ചെയ്യുന്നതിന്റെ മുമ്പ് നമുക്ക് ബോധ്യം വേണം, ശരിയാണോ അല്ലേ. ധൃതിപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കരുത്. സാവകാശം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ശരിയാണോ അല്ലേ എന്ന് വെക്കണം. ഫതബയ്യനൂ, നിങ്ങൾ അതിന്റെ വിശദീകരണം തേടണം. പറഞ്ഞ ആള് പറഞ്ഞത് സത്യമാണോ? ഹത്താ യതബയ്യന ലക്കും മാ ജാഅ ബിഹി അസ്വദഖ ഹുവ അം കദിബാ. അയാൾ പറഞ്ഞത് സത്യമാണോ കളവാണോ? മാസപ്പിറവി വരെ അങ്ങനെ പറ്റുന്ന കാലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു വിവരം കിട്ടിയാൽ ആളുകൾ അതിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങാണ്. എവിടുന്നാ കിട്ടിയത്? എങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓ, മുസാഫിന്റെ നടുക്കണ്ടാണ് പറഞ്ഞാൽ കേൾക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവലംബിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു ഭാഗം തോന്നും. എന്തും എഴുതി വെക്കാനുള്ള മേഖലയായി ഉപയോഗപ്പെടുത്തുന്ന ഇത്തരം സാധനങ്ങൾ, സാമഗ്രികൾ നമ്മൾ അതിന്റെ പിന്നാലെ ഇത്തിക്കാഫിരുന്നിട്ട് അതിവിതരണം ചെയ്യുന്ന ആളുകളാകരുത്. നമ്മൾ പറയുന്ന വിഷയത്തിനൊക്കെ ഒരു പിൻബലം വേണം. ശരിയായ ആള് പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. നമ്മളെ നാവിൽ നിന്ന് മറ്റൊരാളിലേക്ക് സപ്ലൈ ചെയ്താൽ, നമ്മുടെ കൈ കൊണ്ട് ഒന്ന് ഞെക്കിയിട്ട് വേറെ ആളുകളിലേക്ക് അയച്ചു കൊടുത്താൽ അത് ശരിയല്ലെങ്കിൽ അതിന്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളിൽ അവര് മാത്രമല്ല ദുഃഖിക്ക, നമ്മളും ദുഃഖിക്കേണ്ടി വരും, നമ്മളും കൈകടിക്കേണ്ടി വരും, നമ്മളും അതിന്റെ ഖേദം അനുഭവിക്കേണ്ടി വരും. അതാണ് അല്ലാഹു പറയുന്നത്, അൻ തുസ്ബിഹു ഖൗമൻ ബിജഹാൻ തുസീബു ഖൗമൻ ബിജഹാല. ഒരു വിഭാഗത്തെ പറ്റി വിവരക്കേട് വരുത്തി വെക്കുന്നതിന്റെ മുമ്പ്, വിവരമില്ലാത്തതൊരു വിഭാഗത്തെ പറ്റി നിങ്ങൾ വരുത്തി വെക്കുന്നതിന്റെ മുമ്പ്
അങ്ങനെ വെച്ചാൽ എന്ത് വരും? ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ ചെയ്ത പണിക്ക് പിന്നീട് നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും, വല്ലാത്ത ഖേദം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാകരുത്. കൃത്യമാണോ അല്ലേ എന്ന് അന്വേഷിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ പ്രത്യേകം കരുതേണ്ടതുണ്ട്. ഒരു വിഷയം കിട്ടുമ്പോ എവിടുന്നാണ് കിട്ടിയത് എന്ന് അന്വേഷിക്കണം. ശരിയല്ലെങ്കിൽ ഉടനെ അത് ഖൽബിൽ നിന്ന് വിട്ടേക്കണം. ശരിയാണോ, വിശ്വസ്തനാണോ പറഞ്ഞത്, സ്വീകരിക്കാൻ പറ്റിയ വിഷയമാണോ പറഞ്ഞത്, സ്വീകരിക്കാൻ പറ്റിയ ആളാണോ പറഞ്ഞത്, എങ്കിലേ സ്വീകരിക്കാവൂ. ആര് പറഞ്ഞു എന്നതും നോക്കേണ്ടതുണ്ട്, എന്ത് പറഞ്ഞു എന്നതും ചിന്തിക്കേണ്ടതുണ്ട്. ആയത്തിന്റെ അവതരണ പശ്ചാത്തലം വിഷയത്തെ നമുക്ക് നന്നായി മനസ്സിലാക്കി തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനുൽ മുസ്തലഖ് എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് സകാത്ത് വാങ്ങാൻ വേണ്ടി വലീദ് ഇബ്നു ഉഖബയെ പറഞ്ഞയച്ചു. സകാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ നബി തങ്ങൾ ഇവിടെ ഒരാളെ വിട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ ആ നാട്ടുകാര് ശരിക്ക് സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി. നബി തങ്ങൾ പറഞ്ഞയച്ച ആള് വരുന്നില്ലേ? അങ്ങനെ ഒരാള് വരുമ്പോ സാധാരണ രൂപത്തിലൊന്നും പോരല്ലോ. കുറച്ചൊക്കെ അതിർത്തിയിൽ പോയിട്ട് ആളെ സ്വീകരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം എന്ന നിലക്ക് ഇവര് ഒരുങ്ങി. നല്ല വാഹനങ്ങളൊക്കെ എടുത്ത് ചെറുപ്പക്കാരും വലിയവരൊക്കെ കൂടി ഒരുങ്ങിയിട്ട് നാടിന്റെ അതിർത്തിയിലേക്ക് പോയി. അപ്പൊ വലീദ് ഇബ്നു ഉഖബ അങ്ങനെ വന്നപ്പോ അവരൊക്കെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നത് കണ്ടു. ജാഹിലിയ കാലത്ത് ഇവർക്കിടയിലും വലീദ് ഇബ്നു ഉഖബക്കിടയിലും ചെറിയൊരു കുഴപ്പമുണ്ട്. മുമ്പ്, ഇപ്പത് പ്രശ്നമല്ല, മുമ്പ്. പക്ഷെ ആ കുഴപ്പം അന്നത്തെ ഒരു രക്തച്ചൊരിച്ചിലിന്റെ വിഷയം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. ശൈത്താന്റെ പണിയാണ്. മനസ്സിലേക്ക് പെട്ടെന്ന് വന്നപ്പോ ഇവരൊക്കെ എന്നെ സ്വീകരിക്കാൻ നിൽക്കാണോ അതല്ലെങ്കിൽ എന്നെ ചതിക്കാൻ നിൽക്കാണോ എന്ന് തോന്നിപ്പോയി. ഇവര് യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണോ അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് എന്നെ തുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ? പഴയ കാലത്ത് ഇവർക്കിടയിൽ നമ്മളൊരു ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടായതാണ് എന്ന ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോ വലീദ് ഇബ്നു ഉഖബ മദീനയിലേക്ക് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഖദിർതദു, അവരൊക്കെ മുർത്തദായിട്ടുണ്ട്, സകാത്ത് വിസമ്മതിച്ചിട്ടുണ്ട്, എന്നെ വധിക്കാൻ വേണ്ടി അവര് ശ്രമം നടത്തിയപ്പോ ഞാൻ ഓടിപ്പോന്നതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഖാലിദേ, നിങ്ങളൊന്ന് പോയി നോക്കൂ, ആ നാട്ടുകാരുടെ അവസ്ഥ എന്താണെന്നറിയാൻ. തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ മുമ്പ് വിശദീകരണം തേടണമെന്ന് പറഞ്ഞ ഇതാ. തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് വിശദീകരണം തേടുക. ഇനി ഒന്നുകൂടി വിശദീകരിക്കാൻ പരിശോധിക്കാം. അപ്പൊ ഒറ്റടിക്ക് വന്ന വാർത്തയില് നമ്മൾ കുടുങ്ങരുത്, അത് പബ്ലിസിറ്റി ചെയ്യരുത്, അത് വായിച്ചു എന്ന് വെക്കരുത്, ഹൃദയത്തിൽ സൂക്ഷിക്കരുത്. സത്യം വരുന്നത് വരെ നമ്മൾ താങ്ങി നിൽക്കേണ്ടതുണ്ട്. അതൊരാളെ പറ്റിയുള്ള അപവാദ കേസാണെങ്കിലും അപകീർത്തിപ്പെടുത്തുന്ന വിഷയമാണെങ്കിലും അത് മതനേതാവിനെ കുറിച്ചാണെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണെങ്കിലും സാമൂഹ്യ നേതാവിനെ കുറിച്ചാണെങ്കിലും ആരെ കുറിച്ച് വന്നതാണെങ്കിലും സത്യം ബോധ്യപ്പെടുന്നത് വരെ തീർപ്പ് കൽപ്പിക്കാൻ പാടില്ല. നാവിൽ നിന്ന് സപ്ലൈ ചെയ്യാൻ പാടില്ല, കയ്യിൽ നിന്ന് എഴുതി വിടാൻ പാടില്ല, ഇട്ടതിന്റെ മേലെ കൈ വെക്കാനും പാടില്ല. ഒക്കെ ശ്രദ്ധിക്കണം. ഇല്ലേ ഇല്ല കാര്യം അപകടം. ചെറിയ അപകടമൊന്നല്ല, നന്നായി കേൾക്കേണ്ടി വരും. ചെറിയ കേരളം അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ചെയ്ത ആ പണിക്ക് ചെറിയ ഖേദമൊന്നുമല്ല, നന്നായി ഖേദിച്ച് കൈകടിക്കേണ്ടി വരും. ദുനിയാവിൽ അനുഭവിക്കും. കാരണം അത് ലുൽമിന് ഇവിടെ കൊടുത്തിട്ടല്ലാതെ അല്ലാഹു അങ്ങോട്ട് വലിക്കൂല. ലുൽമ ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ, അതിന് തിക്ത ഫലം കൊടുത്തിട്ടല്ലാതെ അല്ലാഹു തആല അങ്ങോട്ട് കൊണ്ടുപോകും. അക്രമമാണ് ചെയ്യുന്നത്, വിശ്വാസികൾ ചെയ്യാൻ പാടില്ല. ഈമാനുള്ളവരെ വിളിച്ച് അല്ലാഹു പ്രത്യേകം പറയുന്ന വിഷയമാണ്. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, ഖാലിദേ, നിങ്ങൾ ചെല്ലണം അവരുടെ സമീപത്തേക്ക്. അഖ്ഫിഅൻഹും ഖുദൂമക ഇലൈഹി, നിങ്ങൾ ചെല്ലുന്നത് ആരോടും പറയണ്ട, സ്വകാര്യമായി ചെല്ലണം. രാത്രി അവരുടെ അടുത്തെത്താൻ കണ്ടിട്ട് പോകണം, പകല് പോകണ്ട. അവരെടുത്തെത്തുമ്പോ രാത്രിയാകണം. എന്നിട്ട് അവരുടെ ഇബാദത്തും അവരുടെ ദീനീപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി വീക്ഷിക്കണം. ഇസ്ലാമികമായ ചിഹ്നങ്ങൾ അവരിൽ കാണുന്നുണ്ടോ, അദബുകൾ കാണുന്നുണ്ടോ? അങ്ങനെ വല്ലതും നിങ്ങൾ കണ്ടാൽ ഇസ്ലാമികമായ ലേബലിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ
സകാത്ത് വാങ്ങിയിട്ട് നിങ്ങൾ തിരിച്ചു പോരണം, അല്ലെങ്കിലോ സത്യനിഷേധികളോട് എങ്ങനെ പെരുമാറണോ ആ രൂപത്തിൽ പെരുമാറി തിരിച്ചു പോരണം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മഗ്രിബ് നിസ്കാരിക്കാനായ സമയത്ത് അവിടെ എത്തി. മഗ്രിബിൽ സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് നാട്ടിലെത്തിയപ്പോൾ മഗ്രിബ് നിസ്കാരത്തിന്റെ വാങ്ക് കേട്ടു. മഹാനവർകൾ ഒന്നുകൂടി നേരം വൈകിക്കോട്ടെ എന്ന് കരുതി വാങ്ക് കേട്ടെടുത്ത് മഗ്രിബ് നിസ്കാരം നിസ്കരിച്ചു. കുറച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ നിങ്ങൾ ഇശാവാങ്ക് കൊടുക്കും. ഇശാവാങ്ക് കൊടുത്തു. ഇശാഇന് ഒരു പള്ളിയിലേക്ക് എത്തി, ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോ ആളുകളൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇശാ നിസ്കരിക്കാൻ വരുന്നുണ്ട്. ഒരു സന്തോഷ കാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ദീനീ രംഗത്ത് അവരുടെ സജീവതയും മറ്റൊക്കെ നിങ്ങൾ ശരിക്കും നോക്കിക്കാണണം. അങ്ങനെ ആകുമ്പോ പിന്നൊന്നും ചോദിക്കാനില്ല, അവരോട് ശരിക്കും നോക്കിക്കണ്ടല്ലോ. അപ്പോൾ മഹാനവർകൾ എത്തിച്ചു. വവജദഹും മുജ്തഹിദീന ബാദിലീന വസ്ഹഹും വമജ്ഹൂദഹും ഫിംതിസാലി അംരില്ലാഹ്. ദൂര ദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ ചില്ലറ വാഹനങ്ങളിലൊക്കെ ആയിട്ട് പള്ളിയിലേക്ക് അങ്ങനെ വരുന്നുണ്ട്. ഇശാന്റെ വാങ്ക് കൊടുത്തപ്പോ പള്ളി അങ്ങ് സജീവമായി നിറഞ്ഞു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വരുന്ന വിവരം അവരെ അറിയിച്ചിട്ടില്ല. നേരത്തെ വരുന്ന ഒരാൾ വരുമെന്ന വിവരം അവർക്ക് കിട്ടിയിരുന്നു. ആള് മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാം അങ്ങനെ വന്നാൾ തിരിച്ചുപോയ കാരണം പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് ആ നാട്ടിലെ ആളുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുവേ ഞങ്ങളെ തെറ്റിദ്ധരിച്ചാണ് വന്നാൾ തിരിച്ചുപോയതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖൽബിൽ ഞങ്ങൾക്ക് നീ വെറുപ്പ് തരരുത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ദേശം ഞങ്ങൾക്ക് നീ തരരുത്. പറഞ്ഞു പോയിട്ട് എന്ത് വിഷയങ്ങളാണോ പറയുന്നത് ഞങ്ങൾക്കറിയില്ലല്ലോ, ഞങ്ങളെ നീ കൊടുക്കരുത് എന്നവർ ദുആ ചെയ്തിട്ടുണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് സ്വതക്ക സ്വീകരിച്ചു, അവരോടൊപ്പം നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് വിവരം പറഞ്ഞു. ഇപ്പൊ ആ നാട്ടുകാര് മോശക്കാരാണെന്ന് വിധി എഴുതുന്നതിന്റെ മുമ്പ്, അവര് തെറ്റിപ്പോയവരാണെന്ന് തീരുമാനമെടുക്കുന്നതിന്റെ മുമ്പ്, അവര് മുർത്തദ്ദുകളാണെന്ന് പറയുന്നതിന്റെ മുമ്പ് കാര്യത്തെപ്പറ്റി ശരിക്കും അന്വേഷണം നടത്തിയപ്പോ എന്താണ് തെളിഞ്ഞു വന്ന ചിത്രം? അവര് നല്ലവരാ. നിങ്ങൾ വിവരം തേടണേ, അന്വേഷിക്കണേ. ഒരു വിഭാഗത്തെ പറ്റി വിവരക്കേട് പറയുന്നതിന്റെ മുമ്പ്, അവര് മോശക്കാരാണെന്ന് വിധിയിരുന്നതിന്റെ മുമ്പ്, അവര് കുറ്റക്കാരനാണെന്ന് തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ മുമ്പ് യഥാർത്ഥ വിഷയം നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളെ നാട്ടിൽപ്പെട്ട ഒരാളെ പറ്റി ഒരു ദുഷ്പേര് കേട്ടാൽ നിങ്ങളത് പറയാനൊരുങ്ങുന്നതിന്റെ മുമ്പ്, അതേ അത് പറയാൻ മറ്റുള്ള ആളുകളെ കൂട്ടുന്നതിന്റെ മുമ്പ് ആ വ്യക്തിയോട് നേരിട്ടോ മറ്റോ പോയിട്ട് നിങ്ങൾ വിവരം അന്വേഷിക്കണം. വിവരം അന്വേഷിച്ചിട്ട് യാഥാർത്ഥ ബോധത്തോടുകൂടെ നിങ്ങൾ പ്രതികരിക്കണം. സത്യത്തില്ല, പറഞ്ഞത് ഊഹാപോഹമാണെങ്കിൽ, ഒരു കളവാണെങ്കിലോ ശരിക്ക് നിങ്ങൾ നഖശികാന്തം എതിർത്തിട്ട് ജനങ്ങളെ കൽവിൽ നിന്നത് മാറ്റിപ്പോകണം. മദീനയിൽ മുമ്പ് അങ്ങനെ വിഷയം ഉണ്ടായില്ല. ഇതിന്റെ പിന്നാലെ കുറെ ഹദീസും വിഷയങ്ങളും പറയാറുണ്ട്. പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് പറഞ്ഞു, ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവർ കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ആവശ്യപ്പെട്ടപ്പോ പറഞ്ഞു, നിങ്ങളെല്ലാവരും അവനവന്റെ വീട്ടിലേക്ക് പോയിക്കൂടെ, ഒരു മാസം ഞാൻ നിങ്ങളോട് എടുക്കുന്നില്ല, നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഒരു മാസം വരുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കാണ്, ഒന്ന് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് മുനാഫിക്കുകൾ അവരെ പണി അതാണ്. അപ്പൊ പല ഭാഗത്തും ഇങ്ങനെ അവർ പറഞ്ഞു നടന്നു. ത്വലാഖ് അത്ര നല്ല സംഗതി ഒന്നല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ വിഷയങ്ങളൊക്കെ നമ്മളോട് പറയും. പക്ഷെ ഇപ്പൊ 9 ആളിൽ ത്വലാഖ് ഇല്ലിട്ടുള്ളത് പറ്റി ഈ വിഷയം കാതിലെത്തി. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിൽ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചോനെ എന്റെ ഒരു മകളുണ്ടല്ലോ ആ കൂട്ടത്തിൽ, ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹ. ഹഫ്സാ ബീവിയോട് പോയിട്ട് കാര്യം ചോദിക്കട്ടെ, എന്നാ പിന്നെ പുറത്തുനിന്ന് അന്വേഷിക്കണ്ടേ. ഹഫ്സാ ബീവിയോട് പോയിട്ട് ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹ എന്താ സംഭവിച്ചതെന്നുള്ള വിഷയം പറയാൻ കൂട്ടാക്കാതെ മഹദി പൊട്ടിക്കരയുകയാണ്. അവരെ ഭാഗത്ത് നിന്ന്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പോകുന്ന ഈ സൗകര്യ സംവിധാനം പോലെ കുറച്ചുകൂടി ഒന്ന് വിശാലാക്കണം എന്നുള്ള തീരുമാനം വന്നപ്പോ അവർക്ക് കാര്യങ്ങൾ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ത്രപൂർവ്വം ചെറിയൊരു ഇടവേള കൊടുത്തതാ.
ഒരിക്കൽ പോലും തങ്ങളെ കാണാതെ ഇരിക്കാൻ കഴിയാത്തവരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ. മദീനയിൽ ഉണ്ടെങ്കിൽ ഏത് റൂമിലാണ് ഹുജറയിലാ തങ്ങൾ വരുന്നെങ്കിൽ പകൽ സമയത്ത് എല്ലാവരും ഒരുമിച്ചുകൂടും. അങ്ങനെ ഇല്ലാത്തൊരു സന്ദർഭമല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതിരിക്കുമ്പോഴുള്ള വിഷമത്തിനുണ്ടാകും. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഒരു കാരണവും പറഞ്ഞില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലല്ലേ ഉമർ റളിയല്ലാഹു അൻഹു സംഭവം അറിയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങ് ചോദിക്കണം. എന്നാ പിന്നെ മുനാഫിക്കീങ്ങളെ ഈ പ്രചരണമൊക്കെ നിർത്താലോ. അങ്ങനെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് റൂമിന്റെ അടുത്തേക്ക് ചെന്നു. റൂമിൽ തങ്ങൾ ഒറ്റക്കാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അൻഹയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ റൂമിൽ തങ്ങൾ ഒറ്റക്കാണ്. നിസ്കാരം കഴിഞ്ഞ് വേഗം ദിക്റുന്തൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് കയറിയത്. സഹാബത്തിനോട് ചോദിച്ചിട്ടൊന്നും എത്തും പിടി കിട്ടുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു തങ്ങളോട് അങ്ങ് ചോദിക്കാം. പിന്നെ ആരോട് ചോദിക്കണ്ടല്ലോ. പക്ഷെ ഫസ്റ്റ് ഘട്ടത്തിൽ ചെന്നപ്പോ അവിടെ ഒരാളുണ്ട്. നബി തങ്ങളെ വീട്ടിൽ എത്ര ആളുണ്ട്. ഒരു സഹാബിണ്ട്. സമ്മതം ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു സമ്മതം കിട്ടിയില്ല, മടങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസവും ചെന്നു, സമ്മതം ചോദിച്ചു, സമ്മതം കിട്ടിയില്ല, മടങ്ങിപ്പോയി. മൂന്നാമത്തെ ദിവസം ചെന്നു, സമ്മതമല്ലാതെ കണ്ട് മടങ്ങിപ്പോരുമ്പോ വിളിച്ചു, നിങ്ങൾക്ക് സമ്മതം ഉണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നേരെ കയറി സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. ചോദിച്ചു, നബിയെ ഇപ്പൊ നിലവിലുള്ള ഭാര്യമാരെ തങ്ങൾ തൊലാക്കല്ലിട്ടുണ്ടോ? വിശ്വാസിത ചോദിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ നിലവിലുള്ള 9 ഒറ്റ ആള് ഞാൻ തൊലാക്കല്ലിട്ടില്ല. എന്നാ ഞാനതൊന്ന് പരക്കെ പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ തന്നെ പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴുള്ള 9 ഭാര്യമാരിൽ ആരെയും ത്വലാഖ് ചൊല്ലിയിട്ടില്ല. അതോടുകൂടെ പ്രചരണം കെട്ടടങ്ങി, ദുഷ്പ്രചരണം അവസാനിച്ചു. ഇങ്ങനെ വിഷയങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഗ്രഹിക്കേണ്ടതുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ആദ്യം വന്ന ആ ഉഖ്ബത്തു വലീദ് ബിൻ ഉഖ്ബ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷയങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. ശരിക്കും ബോധ്യപ്പെടാൻ വേണ്ടി, വലീദ് ബിൻ ഉഖ്ബ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് തിരിയാൻ വേണ്ടി. അപ്പൊ ശരിക്കും കാര്യം തിരിയുന്നിടത്ത് മാത്രമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഈ ആയത്തിനെ സംബന്ധിച്ച് മഹാന്മാര് പറഞ്ഞപ്പോൾ പറഞ്ഞു, വിവരക്കേട് വളമ്പുന്ന ആള്, ഏതെങ്കിലും വിഷയത്തിൽ വിവരമില്ലാത്തത് പറയുന്ന ആള് ചെയ്ത വിഷയത്തിൽ ഖേദിക്കേണ്ടി വരും. കുറെ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഖേദിക്കേണ്ടി വരും. അതെ, പറഞ്ഞ ആള് ഫാസിഖാണോ എന്നാൽ വിവരം അന്വേഷിക്കേണ്ടതുണ്ട്. ഫാസിഖായ ഒരു വ്യക്തിയും അറിയാത്തൊരു വിഷയത്തിൽ തലയിടാൻ പാടില്ല, കള്ളസാക്ഷ്യം നടത്താൻ പാടില്ല. മൻ ഷഹിദ ഷഹാദത സൂരിൻ, കാണാത്ത കാര്യം കണ്ടു എന്നും അനുഭവിക്കാത്ത കാര്യത്തിൽ പങ്കുണ്ട് എന്നും കള്ളസാക്ഷ്യം വഹിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. ഇതേ ആയത്തിൽ നിന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വിവരം തിരിയാത്ത ആളുകൾ പറയുന്ന വർത്തമാനം കേട്ടിരിക്കാൻ പാടില്ല. വഫിൽ ആയത്തി ഇശാറത്തുൻ ഇലാ തർക്കിൽ ഇസ്തിമാഇ ഇലാ കലാമിസ് സാഇ വന്നമ്മാമി വൽ മുഗ്താബി ലിന്നാസ്. നമീമത്തുകാരൻ പറയുന്നത് കേട്ടിരിക്കരുത്, ഗീബത്ത് പറയുന്നവൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിരിക്കരുത്. കുഴപ്പക്കാരൻ, ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആള് പറയുന്ന സംസാരം കേട്ടിട്ട് ശ്രദ്ധിച്ചിരിക്കരുത്. അല്ലാഹു പറഞ്ഞത് കണ്ടില്ലേ, അങ്ങനെ നീ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, ചെയ്തതിന്റെ പേരിൽ പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വരും. അപ്പൊ ഫതബയ്യനു, തിരിയാത്തൊരു വിഷയം വന്നാൽ അത് തിരിയാൻ വേണ്ടി അധ്വാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്താണെങ്കിൽ തങ്ങളോട് പോയി അന്വേഷിക്കും. അതാണ് അതിന്റെ ഒരു വിഷയം. തങ്ങളില്ലാത്ത സമയത്താണെങ്കിലോ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് തെളിവ് കണ്ടെത്തണം, വിഷയം കണ്ടെത്തണം. ഒറ്റയടിക്ക് കാര്യങ്ങൾ തീരുമാനിക്കരുത്. ധൃതിപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ പിശാചിന്റെ ഭാഗത്ത് നിന്നായിരിക്കും അത്. അൽ അജ്ലതു മിനശ് ശൈത്വാൻ, ധൃതിപ്പെട്ട് കാര്യം തീരുമാനിക്കുന്നത് പിശാചിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ശൈലിയല്ല സ്വീകരിക്കേണ്ടത്. വത്തബയ്യനു മിനല്ലാഹ്,
ബോധ്യപ്പെടാൻ വേണ്ടി കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വഴി തുറക്കുന്ന ഭാഗമാണ്. അപ്പൊ ഉമ്മമാരെ, ഒരു പെണ്ണിനെ പറ്റി കേട്ടാൽ, ഒരാണിനെ പറ്റി കേട്ടാൽ, കുടുംബക്കാരെ പറ്റി കേട്ടാൽ, അയൽക്കാരെ പറ്റി കേട്ടാൽ വിവരങ്ങൾ കൃത്യമായി അന്വേഷിക്കാതെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ വിഷയങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഇപ്പോഴും അതിന് മാർഗമുണ്ട്. ആ മാർഗങ്ങൾ ശരിക്കും അന്വേഷിക്കണം. വിവരമില്ലാത്തൊരു വിഷയത്തെ പറ്റി അനുമാനിച്ചുകൊണ്ട് പറയരുത്. വിവരമില്ലാത്തൊരു കാര്യത്തെ പറ്റി അനുമാനിച്ചുകൊണ്ട് ആരോടും പറയരുത്. വിവരം ഉള്ളവരോട് അന്വേഷിക്കണം. അത് ചെറിയ ഒരു ജായിസായ വിഷയത്തെ പറ്റിയാണെങ്കിലും ശരി, ഒരു മക്രൂഹായ വിഷയത്തെ പറ്റിയാണെങ്കിലും ശരി, ഒരു സുന്നത്തായ കാര്യത്തെ പറ്റിയാണെങ്കിലും ശരി, നമുക്കത് അറിവില്ലേ, അറിവാളന്മാരോട് ചോദിക്കും. ചോദിച്ചിട്ടേ പറയാം. അറിയില്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ പറയരുത്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തീർത്ത് പറയാം. അറിയുന്നവരോടത് ചോദിച്ചിട്ട് പറഞ്ഞുതരാന്ന് പറയാം. അങ്ങനെ വേണ്ടത്. അതാണ് ശരിക്കുള്ള സൂക്ഷ്മത. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അള്ളാഹുവിന്റെ ദർജയിൽ കൊടുക്കട്ടെ, ഉസ്താദ് പറയുന്ന അനുഭവം പറയുമ്പോ, ദർശ നടത്താൻ വേണ്ടി പോയപ്പോ വല്ലാത്തൊരു താല്പര്യം ഉണ്ടായി. എന്താ താല്പര്യം? ആരെങ്കിലൊക്കെ വന്ന് മസാല ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള താല്പര്യം. അത് വല്ലാത്ത അവഗാഹം നേടിയിട്ടുണ്ട്. മദ്ഹബിന്റെ വിഷയത്തിൽ, മസാലകളുടെ വിഷയത്തിൽ തുറന്ന പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഉസ്താദ് പറയണത്, എന്തെങ്കിലുമൊക്കെ മസാല ആൾക്കാർ ചോദിക്കാൻ വന്നെങ്കിൽ എന്നിങ്ങനെ ആശിക്കുമ്പോ ഒരാളൊരു ദിവസം വന്നു. ദർസ് ഇങ്ങനെ നടത്തുന്നതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് വന്നു, ഉസ്താദെ ഒരു കാര്യം ചോദിക്കാണ്ട്. അപ്പൊ ഉസ്താദിന് താല്പര്യ, ഒരു വിഷയം ചോദിക്കാൻ വന്നതാണ്, ഒരു വിഷയം പഠിക്കാനും ചോദിക്കാനും വന്നതാണല്ലോ. അൽഹംദുലില്ലാ, ഇപ്പോഴെങ്കിലും ഒരാൾ വന്നല്ലോ. ഒരാൾ വരിക വന്നാൽ നമുക്കൊരു വിഷയം അറിയാനും പഠിക്കാനൊക്കെ മാർഗമാണ്. ഉസ്താദ് പറഞ്ഞു, പക്ഷെ അയാൾ വന്ന് ചോദിച്ച വിഷയം ഇതുവരെ കാണാത്ത വിഷയം. അയാൾ വന്നിട്ട് ചോദിക്കും, ഉസ്താദെ എന്റെ മോൾക്ക് ഇത് 6-ാം മാസം, അടുത്ത മാസമായാലും 7-ാം മാസം, അപ്പൊ കൂട്ടിക്കൊണ്ടുപോകാൻ നല്ല ദിവസം ഏതാണ്? അതിപ്പോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്നും ഒറ്റയടിക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന വിഷയമല്ല. പക്ഷെ വന്നാളോട് വിഷയത്തെ പറ്റി ഒറ്റയടിക്ക് അങ്ങോട്ട് പറയാൻ തയ്യാറാകാതെ ഉസ്താദിന്റെ സൂക്ഷ്മതയാണ്. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ആ ചോദിച്ച വിഷയം ഒന്ന് നന്നായി വിലയിരുത്തി പറയേണ്ട വിഷയം. അതുകൊണ്ട് ഞാനൊന്ന് ശരിക്കും അതിനെപ്പറ്റി ഒന്ന് പഠനം നടത്തും. നാളെ നിങ്ങൾ വരി, ഞാൻ പറഞ്ഞുതരാം. പിറ്റേ ദിവസം അയാൾ വരുമ്പോഴേക്ക് ഉസ്താദ് അത് ചർച്ച ചെയ്യുന്ന കിതാബുകളൊക്കെ നോക്കി യാത്രക്കും സ്വീകരിക്കാനും കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പറ്റിയ നല്ല ദിവസങ്ങൾ ഏതാ നോക്കിയിട്ട് കൃത്യമായി മറുപടി പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അനുമാനിച്ച് വിഷയം പറയല്ല. വിഷയം കേട്ടാലും അറിഞ്ഞാലും ശരിക്കും അതിനെപ്പറ്റി അന്വേഷണം നടത്തണം. മദീനത്തെ പള്ളിയിൽ ഒരു ദിവസം ഒരു സ്വഹാബി അസുർ നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിച്ചു. അപ്പൊ അതിനെപ്പറ്റി സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു സംശയം വന്നു. അസുറിന്റെ ശേഷം സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആ നിസ്കരിച്ചിട്ടില്ല, നമുക്കൊക്കെ സുന്നത്ത് പോയില്ലേ? അത് വലിയ ചർച്ചയായി. അപ്പൊ നിസ്കരിച്ച സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, സ്വഹാബി തെറ്റ് ചെയ്യൂലല്ലോ, അവരത്രയും നീതിമാന്മാരല്ലേ, അവരെ പറ്റി അള്ളാഹു പറഞ്ഞത് മുലായിക്കുന്നല്ലേ, അവർ സത്യവാന്മാരാണ്, സത്യമേ പറയൂ, സത്യമേ ചെയ്യും. ആ സ്വഹാബി പറഞ്ഞു, എന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരുടെ വീട്ടിലേക്ക് വന്നപ്പോ അസുറിന്റെ ശേഷം തങ്ങൾ സുന്നത്ത് നിസ്കരിച്ചൊരു വിവരം അവിടെ കൂട്ടത്തിൽ ഒരു ഭാര്യ പറഞ്ഞു. അപ്പൊ അസറിന് ശേഷം തങ്ങൾ സുന്നത്ത് നിസ്കരിച്ചു എന്നുള്ള വിഷയം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ നിന്ന് കിട്ടി. എന്റെ ഭാര്യ കേട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ആ വഴിയാണ് പറഞ്ഞത്. അപ്പൊ സഹാബത്ത് വന്നത് വന്ന വിളി എവിടുന്ന? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലല്ലേ. അവരോട് പോയി ചോദിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പോയി ആദ്യം മഹദിയോട് ചോദിച്ചപ്പോ മഹദി പറഞ്ഞു, അങ്ങനെ ഒരു നിസ്കാരത്തെ പറ്റി എനിക്കും വിവരം കിട്ടിയിട്ടുണ്ട്. പഠിച്ചവനെ, സ്വഹാബത്തിന് പേടി, സുന്നത്ത് പോയോ എന്നുള്ളതാണ് അവരെ പേടി. സ്വഹാബത്ത് ചിന്തിക്കും, ഈ വിഷയത്തെ പറ്റി ചോദിക്കണല്ലോ, ആരോട് ചോദിക്കും? പക്ഷെ അങ്ങനെ ഒരു സുന്നത്ത് എന്റെ റൂമിൽ വെച്ചല്ല നടന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ വെച്ചാണ്, ഹുജറയിൽ വെച്ചാണ്. അവിടെ പോയി ചോദിക്കണം. സ്വഹാബത്ത് നേരെ അങ്ങോട്ട് നീങ്ങി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ മഹദി ആ വിഷയത്തിന്റെ എല്ലാ വിഷയങ്ങളും ശരിക്കും വിശദീകരിച്ചു.
മഹദി പറഞ്ഞു അത് അസ്റിന്റെ ശേഷമുള്ള ഒരു റവാത്തിബ് നിസ്കാരം അല്ല. അൽഹംദുലില്ലാഹ്, സന്തോഷം. സുന്നത്തൊന്നും നമുക്ക് പോയിട്ടില്ല. പിന്നെ അത് ഏതാണ്? ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ വീട്ടിലെത്തി സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോ വീട്ടിന്റെ മുറ്റത്ത് രണ്ട് വിഭാഗക്കാര് വന്നിട്ടുണ്ട്. രണ്ടുപേർക്കും ഇടയിലെ തർക്കം പരിഹരിക്കാനാണ്. സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നതിന്റെ മുമ്പ് അവരെ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് കരുതിയിട്ട് തങ്ങൾ അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തു. എന്നിട്ട് അതിനു വേണ്ടി തങ്ങൾ ഇരുന്നിട്ട് അവരെ കൊണ്ട് രമ്യമായി പരിഹരിച്ചു. വിഷയങ്ങളൊക്കെ പരിഹരിച്ച് പൂർത്തീകരിക്കുമ്പോ അസ്റിന്റെ വാങ്ക് കൊടുത്തു. അപ്പൊ അസ്റിന്റെ മുമ്പുള്ള സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ച് തങ്ങൾ വേഗം പള്ളിയിലേക്ക് പോയി. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് നിസ്കരിച്ചു. അത് ളുഹറിന്റെ ശേഷമുള്ള സുന്നത്താണ്. അസ്റിന്റെ ശേഷം സുന്നത്ത് നിസ്കാരം നിർവഹിച്ചത് എനിക്ക് വേറെ അറിയൂല. അപ്പൊ അവര് പറഞ്ഞു നമുക്കൊരു സുന്നത്തും പോയിട്ടില്ല. അപ്പൊ ആ സഹാബി നിസ്കരിച്ചതോ അതും കൂടുതൽ ബോധ്യപ്പെട്ടു. അത് ആ സഹാബിക്ക് മുന്നേ തിരുത്താറും നിസ്കരിച്ചതിന് അങ്ങനെ സുന്നത്തുണ്ടെന്ന് നിസ്കരിച്ചതല്ലേ, തെറ്റൊന്നുമല്ല. അത് കൂടുതൽ അറിയാനും കാര്യമായി. ഇതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വിഷയം. പറയുന്നത് കേട്ടിട്ട് അപ്പടി ഓരോ കാര്യങ്ങൾ നീക്കിയാൽ അബദ്ധത്തിൽ ചെന്ന് വീഴും. നമീമത്തുകാരന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അത് ശരിക്ക് തിരുത്താതതിന്റെ പിന്നാലെ പണിയെടുത്താൽ ഗുരുതരമായ വിഷയം വരും. അതേ രൂപത്തിൽ തന്നെ ഗീബത്ത് പറയുന്ന ആളെ വാക്ക് അങ്ങനെ കേട്ടാൽ പറഞ്ഞ ആൾക്ക് തന്നെ അതിന്റെ അനുഭവം തിരിച്ചു വരും.